പ്രപഞ്ചത്തിന് മുഴുവൻ പ്രകാശദാതാവായ സൂര്യഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അനന്തകോടി പ്രണാമം. ഇന്നിവിടെ ചിറമേൽ ശ്രീ സൂര്യക്ഷേത്രത്തിലേക്ക് ഒരു പ്രഭാഷണത്തിനായി എത്തുവാനും അതേപോലെ എൻ്റെ ധർമ്മമടക്കമുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനും അവസരം തന്ന ക്ഷേത്ര ഭാരവാഹികളായ മോഹനൻ ചേട്ടനോടും കുടുംബത്തോടും അതേപോലെ എന്നെ ഇവിടേക്ക് വരുവാനിടയാക്കിയ ശിവരാജൻ ചേട്ടനോടുമുള്ള നന്ദി ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആദ്യമായാണ് ഒരു സൂര്യക്ഷേത്രത്തിൽ എത്തുന്നത്. നമ്മുടെ നാട്ടിൽ സൂര്യക്ഷേത്രമില്ല, അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് ഒരു സൂര്യക്ഷേത്രത്തിൽ എത്തുന്നത്. ഞാൻ വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് സാധാരണഗതിയിൽ കുടുംബക്ഷേത്രങ്ങൾ ഒക്കെ വെക്കുമ്പോൾ ദേവിയോ ദേവനോ ആയിട്ടുള്ള പ്രതിഷ്ഠകളൊക്കെ ആയിരിക്കും, എന്താണ് സൂര്യക്ഷേത്രം എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് പോകാനുള്ള സാഹചര്യം എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി, പ്രപഞ്ചത്തിന് മുഴുവൻ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അധിപനായിട്ടുള്ള സൂര്യഭഗവാനെ അല്ലേ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചു. വളരെ സത്യമായ കാര്യം, നമ്മൾ അധികം ചിന്തിക്കാത്തതുമായിട്ടുള്ള കാര്യം. സൂര്യക്ഷേത്രത്തെക്കുറിച്ചേ കേട്ടിട്ടുള്ളൂ, കൊനാർക്കിലെ സൂര്യക്ഷേത്രത്തെ മാത്രമേ കേട്ടിട്ടുള്ളൂ, അതും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ജന്മത്തിൽ സൂര്യഭഗവാനെ ഒരു ക്ഷേത്രത്തിൽ എത്താനുള്ള ഭാഗ്യം ശ്രീ ഭഗവാൻ തന്നു എന്ന് പറയുമ്പം അതെൻ്റെ ജന്മപുണ്യമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. ഇന്നലെ സതീഷ് ജി വളരെ ഗഹനമായിട്ടുള്ള സൂര്യഭഗവാന്റെ ആ വിഷയം തന്നെ വളരെ സുന്ദരമായിട്ട് കൈകാര്യം ചെയ്തു കാണും എന്നെനിക്കറിയാം. വീണ്ടും വീണ്ടും ആവർത്തന വിരസത ഉണ്ടാകുന്നതിൽ കാര്യമില്ല. നമുക്ക് ഇന്ന് ഇവിടെ എവിടെയും കേൾക്കാവുന്ന ഒരു ചോദ്യമാണ്, ഈശ്വരനുണ്ടോ? ഉണ്ടെങ്കിൽ ഈശ്വരൻ്റെ രൂപം എന്താണ് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരും. ഈശ്വരനെ കണ്ടെത്താനുള്ള മാർഗമാണ്, അല്ലെങ്കിൽ ഈശ്വരനെ അറിയാനുള്ള വഴിയാണ് മതങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. മതങ്ങൾ തമ്മിൽ കലഹിക്കാനല്ല, മറിച്ച് ഭഗവാനെ അല്ലെങ്കിൽ അവനവൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന പാകപ്പെടുന്ന രീതിയിൽ ഭഗവാന്റെ രൂപത്തെയും നാമത്തെയും പ്രകീർത്തിച്ച് എന്താണോ നമ്മുടെ ഉള്ളിലെ ഈശ്വരൻ, ആ ഈശ്വരനെ കണ്ടെത്താനുള്ള വഴികളാണ് ഓരോ മതവും നമ്മുടെ മുമ്പിലേക്ക് വെച്ചു തരുന്നത്. അപ്പം ഈ മതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പക്ഷം, അഭിപ്രായം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്നാ ഞാൻ കേട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ആളുകളുടെ ചില ചോദ്യമുണ്ട്, ഹിന്ദുധർമ്മം എന്നൊന്നുണ്ടോ? ഹിന്ദു എന്ന് പറയുന്നൊരു മതമുണ്ടോ? അല്ലെങ്കിൽ സനാതനധർമ്മം എന്ന് പറയുന്നൊരു സംസ്കാരമുണ്ടോ? പലയിടത്തും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ പറയുന്നത് ഒക്കെ തന്നെ. ഇന്നലെ ഒരു പ്രഭാഷണം, സപ്താഹ വേദിയിൽ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. ആ പ്രഭാഷണം സപ്താഹം തുടങ്ങുന്നതിന് മുന്നേ ആചാര്യനെ സ്വീകരിച്ച് 12ാമത് സപ്താഹത്തിൻ്റെ ഉദ്ഘാടന വേള. ആ ഉദ്ഘാടന വേളയിൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ സമാജത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് സപ്താഹ ആചാര്യന് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാര്യം, നമ്മുടെ സത്യം വിളിച്ചു പറയുമ്പം ആ സത്യത്തെ ഉൾക്കൊള്ളാനായിട്ട് ആളുകൾക്ക് മടിയാണ്. അദ്ദേഹവും പറയുന്നുണ്ട്, ഹിന്ദു എന്ന് പറയുന്ന ഒരു പേര് അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്നൊരു നാമം ഈ പറയുന്ന വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ പുരാണങ്ങളിലോ ഇല്ല. പിന്നെ എന്തു ഹിന്ദു മതമെന്ന് ക്ഷേത്രത്തിൽ ഹിന്ദുവിനെ ഉദ്ധരിക്കാനായിട്ട് വന്ന് സപ്താഹം നടത്തുന്ന ആചാര്യന്റെ വായിൽ നിന്ന് തന്നെ വീഴുമ്പം നമ്മൾ എന്തിനാ മറ്റുള്ളവരെ കുറ്റം പറയുന്നത്? ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താനായിട്ട് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അങ്ങനെ പോകുന്ന കുറേ കൂട്ടം ആളുകൾ എന്ന് മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. അപ്പം നമുക്ക് ഈശ്വരനുണ്ടോ എന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയതയെക്കുറിച്ചുള്ള അറിവ് എന്താണൊക്കെ നമുക്ക് ചോദിച്ചാൽ, ഇന്ന് ഈശ്വര വിശ്വാസവും അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പവും ഇന്ന് കച്ചവടവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നമ്മൾ ഹിന്ദുക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹിന്ദു എന്താണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ധർമ്മം എന്താണെന്നോ എന്താണ് ആ വിശ്വാസമെന്നോ അറിയാതെ ഇരുട്ടിൽ തപ്പി നടക്കുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ടാണ് ഹിന്ദു എന്ന് പറയുന്നൊരു ധർമ്മമുണ്ടോ, ഒരു വിശ്വാസമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം വരുന്നത്. യഥാർത്ഥത്തിൽ ഹിന്ദു എന്ന് പറയുന്ന ധർമ്മം, സനാതന ധർമ്മം എന്ന് പറയുന്നത് ഒരു മതമല്ല, അത് കുറേയേറെ സംസ്കാരങ്ങളുടെ കൂട്ടിച്ചേർക്കലുകളാണ്. കുറേയേറെ സംസ്കാരങ്ങളുടെ കൂട്ടിച്ചേർക്കലുകൾ. അതിന് പറയാനായിട്ടൊരു നേതാവില്ല, അതിന് പറയാനായിട്ടൊരു സൃഷ്ടികർത്താവില്ല, അതിനെ നേർവഴിക്ക് നയിച്ചു കൊണ്ടുപോകുവാൻ ഒരു പുരോഹിതനില്ല. അതൊക്കെ തന്നെയാണ് അതിൻ്റെ അപജയത്തിനും കാരണം.
ഹിന്ദുവാണോ, നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം. നിനക്ക് വേണമെങ്കിൽ ക്ഷേത്രത്തിൽ വരാം, നിനക്ക് വേണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ വരണ്ട. നിന്നെ ആരും ഉപദേശിക്കാനോ നിന്നെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് വരുവാനോ അവിടേക്ക് വരില്ല. നിനക്ക് വേണമെങ്കിൽ കൃഷ്ണനെ ആരാധിക്കാം, നിനക്ക് വേണമെങ്കിൽ രാമനെ ആരാധിക്കാം. അതല്ല, ഇനി അയ്യപ്പനെ ആണെങ്കിൽ അതും ചെയ്യാം. ഇനി അതൊന്നുമല്ല എങ്കിൽ കുട്ടിച്ചാത്തനെ ആരാധിക്കാം. എന്തിന് രക്ഷസിനെയോ അല്ലെങ്കിൽ എന്തിനെയോ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിരിക്കുന്ന ഒരേ ഒരു സംസ്കാരം അല്ലെങ്കിൽ പല വിധത്തിലുള്ള സംസ്കാരങ്ങളുടെ കൂട്ടിച്ചേർക്കലുകളാണ് ഹിന്ദുധർമ്മം അല്ലെങ്കിൽ സനാതനധർമ്മം സംസ്കാരം എന്ന് പറയുന്നത്. നമുക്ക് വന്നിരിക്കുന്ന അപജയത്തിന്റെ പ്രധാന കാരണം ഒന്നിനും ഉറച്ചു നിൽക്കാതെ അല്ലെങ്കിൽ ഇതാണോ അതാണോ എന്നറിയാൻ വയ്യാത്ത ഒരു അവസ്ഥ. നമ്മളിപ്പം ഞാൻ തന്നെയാണെങ്കിലും നമ്മൾ എങ്ങനെയാ അറിവുകൾ നേടുക? പലതരത്തിലുള്ള ഗ്രന്ഥങ്ങൾ വായിച്ച് കേട്ടറിഞ്ഞ് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നതും, അതായത് നമുക്ക് മുന്നേ ഉണ്ടായിരുന്നവർ പറഞ്ഞതും, നമുക്ക് മുന്നേ ഉണ്ടായിരുന്നവരുടെ അവരാൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ കൂടിയും ഒക്കെയാണ് നമ്മൾ സനാതന ധർമ്മത്തെക്കുറിച്ചും അതിൻ്റെ ഈശ്വര വിശ്വാസത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നമുക്ക് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു 10 ഗ്രന്ഥങ്ങൾ വായിച്ചാൽ 10ലും 10 തരത്തിലായിരിക്കും നമ്മളുടെ വിശ്വാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈശ്വര സങ്കല്പത്തെക്കുറിച്ച് എഴുതിയിരിക്കുക. നമുക്ക് 2000-ലധികം ഗ്രന്ഥങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്. വിശിഷ്ടങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങൾ 2000-ലധികം ഉണ്ട് എന്നാ പറയുന്നത്. വേദങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും അടക്കം 2000-ൽ പരം ഗ്രന്ഥശേഖരങ്ങൾക്ക് നമുക്ക് ഒരു മനുഷ്യ ജന്മത്തിൽ ഇത് മുഴുവൻ വായിച്ചു തീർത്ത അറിവ് നേടുക നമുക്ക് സാധ്യമല്ല. പക്ഷേ ഓരോ കാലങ്ങളില് ഈ പറയുന്ന ഗ്രന്ഥങ്ങള് ഓരോരോ കാലഘട്ടങ്ങളില് ഓരോരോ ആചാര്യന്മാരാൽ അല്ലെങ്കിൽ ഓരോരോ വ്യക്തികളാൽ എഴുതപ്പെട്ടവയാണ്. ഈ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ അവരുടെ യുക്തിക്കും അവരുടെ ബുദ്ധിക്കും അവരുടെ അഭിപ്രായത്തിനും അനുസരിച്ചിട്ടാണ് ഓരോ ഗ്രന്ഥങ്ങളിലും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ ദേവതമാരെക്കുറിച്ചും ഒക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു 10 ബുക്കുകൾ എടുക്കാമെങ്കിൽ 10ലും പലതരത്തിലുള്ള പേരാ ഒരേ ആളിൻ്റേത്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആകും. ഇതാണോ ശരി, അതാണോ ശരി, ഇനിയും ശരിയായിട്ടുള്ളത് വേറെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും. എന്നിട്ടോ നമ്മൾ അവസാനം അങ്ങ് തീരുമാനിക്കും, ഇതൊന്നും ശരിയല്ല, ഇതിലൊന്നും ശരിയില്ല, ഇതൊന്നും ശരിയല്ല, ഈ വിശ്വാസമേ അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞൊരു മാർഗം ഇട്ട് നമ്മളങ്ങ് പോകും. ശരിയെ തേടി അലയുവാനായിട്ട് അല്ലെങ്കിൽ ശരിയായ വസ്തുവിനെ കണ്ടുപിടിക്കുവാനായിട്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് സമയമില്ല, അതിൻ്റെ പുറകെ പോകാനും സമയമില്ല. അതല്ലെങ്കിൽ തീരെ ചെറുപ്പത്തിലെ എന്താണ് ശരി, എന്താണ് ഭഗവാൻ എന്നതിനെ കുറിച്ച് പറഞ്ഞു തന്ന് പഠിപ്പിക്കാനായിട്ട് ഒരിടമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു ഇടവുമില്ല. ഇനി അങ്ങനെ ഒരു ഇടമുണ്ടായാലോ അവിടേക്ക് വിടാനായിട്ട് നമുക്ക് താല്പര്യവുമില്ല. നമ്മുടെ മക്കള് രക്ഷപ്പെടണമെന്ന് നമ്മൾ ചിന്തിക്കും. രക്ഷപ്പെടുന്നത് ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഒക്കെ ജോലി നേടിപ്പോയി ഒരുപാട് പണം സമ്പാദിക്കുന്ന ആളുകൾ മാത്രമാ രക്ഷപ്പെടുക എന്നാ നമ്മൾ ചിന്തിക്കുക. ആ രക്ഷപ്പെടിയിലല്ല, ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ മനുഷ്യനായിട്ട് ജീവിച്ചു മരിക്കണം. ഇന്ന് മോഹനൻ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കാകെ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, അത് എല്ലാവർക്കും നന്മ വരുത്തണം, എനിക്കിനി ഒരു ജന്മം തരല്ലേ എന്ന അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞു. എത്ര മനോഹരമായ പ്രാർത്ഥന! നമ്മളിങ്ങനെ ജനിച്ച് വീണ്ടും മരിച്ച് വീണ്ടും ജനിച്ച് നമ്മളിങ്ങനെ കാലചക്രത്തിൻ്റെ അടിയിൽപ്പെട്ട് വീണ്ടും ദുഃഖം അനുഭവിക്കാനായിട്ട് ഇങ്ങനെ ജനിക്കാതെ ഭഗവാനിലേക്ക് ലയിപ്പിക്കണേ എന്ന യഥാർത്ഥ ഹിന്ദുവിൻ്റെ പ്രാർത്ഥന. ഹിന്ദുവിനൊരു സ്വർഗത്തിൻ്റെ മോഹമില്ല. ഹിന്ദുവിൻ്റെ മുമ്പിൽ സ്വർഗത്തിൽ പോകുവാനായിട്ടുള്ള ആഗ്രഹമല്ല, അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ആധ്യാത്മിക തത്വങ്ങളിൽ കൂടിയിട്ട് ഹിന്ദുവിൻ്റെ ഈ ഉപാസനയിൽ കൂടി ഒരിക്കലും സ്വർഗത്തിലേക്ക് വിടാനുള്ള തത്വമല്ല നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തരുന്നത്. മറിച്ച് ഭഗവാനായി തീരുക, ഭഗവാന്റെ പാദത്തിലേക്ക് ലയിക്കുക. ആ പരമാത്മാവിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ ഞാനും ഭഗവാനും രണ്ടല്ല ഒന്നാണ് എന്നുള്ള ആ മുക്തി മോക്ഷ പദത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഹിന്ദുവിൻ്റെ ശരിക്കുള്ള ആധ്യാത്മിക തത്വം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്നൊരു ആധ്യാത്മിക പഠന ക്ലാസ് വെച്ചാൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ശരിയായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഒരാൾ മുതിർന്നാൽ ആരും കുട്ടികളെ അവിടേക്ക് വിടില്ല. ഞാൻ മതം പഠിപ്പിക്കുക എന്നല്ല ഞാൻ പറയുന്നത്,
മറ്റുള്ളവരെ പോലെ മതം പഠിപ്പിച്ച് മറ്റുള്ള മതക്കാരുടെ മുതുകത്ത് കയറാൻ പഠിപ്പിക്കുക എന്നുള്ളതല്ല. അവന് നേരായ മാർഗം നയിച്ച് അവനെ ശരിക്കും ഒരു മനുഷ്യനാക്കാൻ, എല്ലാവരെയും സ്നേഹിക്കുക എന്ന് പറയുന്ന തത്വമാണ് ഹിന്ദുവിൻ്റേത്. എല്ലായ്പ്പോഴും നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന, എല്ലാ ലോകത്തിനും സുഖമുണ്ടാകട്ടെ, സമസ്ത ചരാചരങ്ങൾക്കും ദുഃഖമുണ്ടാകാതിരിക്കട്ടെ. മോഹനൻ ചേട്ടൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, എല്ലാവർക്കും സുഖം വരണേ, എനിക്ക് ഇനി ഒരു ജന്മം തരല്ലേ. അതാണ് ഹിന്ദുവിന്റെ പ്രാർത്ഥന. അതേപോലെ തന്നെ ഹിന്ദുവിന്റെ ആചാര്യന്മാര് മാനവരാശിയെ അഭിസംബോധന ചെയ്തത് തന്നെ ഭോ അമൃതസ്യ പുത്ര, അല്ലയോ അമര സന്താനങ്ങളെ, അമൃതാനന്ദത്തിന്റെ കരിമക്കിടാങ്ങളെ എന്നൊക്കെ വിളിച്ച അഭിസംബോധന ചെയ്തത്. നമുക്ക് നിത്യവും പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മുടെ ആചാര്യന്മാർ ഇട്ടുതന്ന പ്രാർത്ഥന, സൃഷ്ടാവേ അങ്ങേ ഓർക്കാത്ത ദുഷ്ടരെയും കൃപാബലാൽ ശിഷ്ടരാക്കേണമേ വിഷ്ടവേശാദയാനിധേ എന്ന, അല്ലയോ ഭഗവാനെ അങ്ങയെ ഒരിക്കൽ പോലും മനസ്സിൽ ഓർക്കാത്ത ആളുകളെ പോലും അങ്ങയുടെ കൃപയ്ക്ക് പാത്രമാക്കണേ എന്ന ഹിന്ദുവിന്റെ പ്രാർത്ഥന. എന്നെ മാത്രം രക്ഷിക്കണേ എന്നല്ല, മറിച്ച് നിന്നെ വിശ്വസിക്കുന്നവരെയും രക്ഷിക്കണേ എന്നുള്ളതല്ല, മറിച്ച് നിന്നെ വിശ്വസിക്കുന്നവരെയും വിശ്വസിക്കാത്തവരെയും ഈശ്വരനെ മനസ്സിൽ സങ്കല്പിക്കാത്തവരെയും എല്ലാവരെയും രക്ഷിക്കണേ, നിന്റെ കൃപയ്ക്ക് അവരെ പാത്രമാക്കണമേ എന്ന ഹിന്ദുവിന്റെ പ്രാർത്ഥന. ആ തരത്തിൽ വളർന്നു വരേണ്ടുന്ന തലമുറയെയാണ് നമ്മൾ വഴിതെറ്റിച്ച് വേറെ വിടുന്നത്. നമ്മൾക്ക് തന്നെ ഈശ്വരൻ എന്ന് പറയുന്ന ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങളോടും എന്നോടും ചോദിക്കുകയാണെന്നിരിക്കട്ടെ, നിങ്ങളുടെ മനസ്സിലെ ഈശ്വരന്റെ ചിന്ത, നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഈശ്വര രൂപം അങ്ങ് ഈ പറയുന്ന ശിവകാശിയിലെ പ്രസ്സുകാരടിച്ചു വിടുന്ന കലണ്ടറിലെ രൂപമാണ് അല്ലേ? നമുക്ക് നമ്മുടെ വീടിന്റെ ഭിത്തിയിൽ തൂങ്ങുന്ന ശിവകാശിയിൽ അടിക്കുന്ന കലണ്ടറിൽ ദൈവങ്ങളുടെ പടം കിടക്കും. 4 കൈയുള്ള സരസ്വതി ദേവിയും അതേപോലെ ഒരുപാട് മുഖങ്ങളുള്ള ഭഗവാന്മാരും 10 തലയുള്ള രാവണനും, ഇതൊക്കെ ശിവകാശിയിലെ പ്രസ്സിലെ ആളുകളുടെ മനസ്സിൽ വരുന്ന രൂപം അവരടിച്ചിങ്ങനെ വിടും. ആ രൂപമാണ് നമ്മുടെ മനസ്സിലേത്. നമുക്ക് ഭഗവാൻ എന്ന് പറയുമ്പോൾ ചിന്തിക്കുവാനായിട്ടുള്ള രൂപം ഈ പടത്തിലെ രൂപമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മളിങ്ങനെ വിശ്വസിച്ച് വരുമ്പം നമ്മളോട് ആളുകൾ ചോദിക്കും, ഈ 4 കൈയുള്ള സരസ്വതി ദേവിക്ക് ആരാ ബ്ലൗസ് തയ്പ്പിക്കുക? അങ്ങനെ ചോദിക്കില്ലേ? ഈ രാവണന് നേരെ ചൊവ്വ ഒന്ന് കിടന്നുറങ്ങണമെങ്കിൽ തിരിഞ്ഞു കിടന്നുറങ്ങാൻ പറ്റുമോ? ഇല്ല. ഒറ്റ തലയുള്ള ആൾക്കല്ലേ അങ്ങനെ കിടക്കാൻ പറ്റൂ. പിന്നെ എങ്ങനെയാ രാവണൻ തിരിഞ്ഞൊന്ന് കിടക്കുക? ഇങ്ങനെയൊക്കെ ചോദിക്കില്ലേ? അതെന്താണ് അതിൻ്റെ തത്വം? കഥയിൽ കൂടിയിട്ട് അങ്ങനെ പറയുന്നുണ്ട്. വിഷ്ണു ഭഗവാന് 4 കരങ്ങളുണ്ടെന്ന് പറയുന്നു, ചിലടത്ത് 8 കരങ്ങളുണ്ടെന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പം എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഹിന്ദു മതം എന്ന് പറയുന്ന സനാതനധർമ്മം അനാദിയാണ്. അതിൻ്റെ ആധാരശില എന്ന് പറയുന്നത് വേദങ്ങളാണ്. ആ വേദങ്ങളുടെ യഥാർത്ഥ സത്ത അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട്, സാധാരണ ആളുകൾക്ക് പിടികിട്ടാത്തത് കൊണ്ട് നമ്മുടെ ആചാര്യന്മാർ പുരാണങ്ങൾ സൃഷ്ടിച്ചു. ആ പുരാണങ്ങളിൽ കൂടിയിട്ട് വേദത്തിൽ പറയുന്ന കാര്യങ്ങളെ കഥാരൂപത്തിൽ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു തന്നു. അങ്ങനെ സരസ്വതി ദേവിക്ക് 4 കൈയുണ്ടായി, ഈ വിഷ്ണു ഭഗവാന് 4 കൈയുണ്ടായി, അതേപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ ഗോവർദ്ധനത്തെ പിടിച്ചുയർത്തി. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതുമല്ലെങ്കിൽ രാവണന്റെ 10 തല, ഇതൊക്കെ കഥകളിൽ കൂടി തത്വങ്ങളെ ബോധിപ്പിക്കുവാനായിട്ട് നമ്മുടെ ആചാര്യന്മാര് വേദത്തിന്റെ സാരാംശത്തെ ഈ പറയുന്ന പുരാണങ്ങളിൽ കൂടിയിട്ട് അവതരിപ്പിച്ചു. ഭാഗവതം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഭാഗവതത്തിന്റെ ആദ്യം തന്നെ പറയുന്നുണ്ട്, എത്രയും എളുതായി മുക്തിയെ ലഭിക്കുന്ന ഭക്തിമാർഗത്തെ പ്രതിപാദിപ്പാൻ വേദവ്യാസൻ ഉത്തമ ശ്ലോക ചരിത്രങ്ങളും നാമങ്ങളും ഉത്തമ ധ്യാനങ്ങളും മിശ്രമായി വിശുദ്ധമായി ചമച്ചു എന്ന് പറയുന്നുണ്ട്. അതിങ്കൽ നിരന്തരം രമിപ്പാനായിട്ടത്രേ ഈ ചൊന്ന കഥയെല്ലാം. അവിടെ ഭാഗവതകാരൻ പറഞ്ഞു വെക്കുന്നുണ്ട്, ഞാൻ ഈ പറയുന്നതൊക്കെ കഥയാണ്. ആ കഥ എന്തിനാ നിങ്ങളോട് പറയുന്നത്? ആ കഥയ്ക്കുള്ളിലെ തത്വം നിങ്ങൾ മനസ്സിലാക്കണം. കടുകട്ടിയായ കാര്യങ്ങൾ, അതായത് ഒരു കുട്ടിയെ കഷായം കുടിപ്പിക്കണമെങ്കിൽ അതിൻ്റെ നാവിലേക്ക് ഒരു ഔൺസ് കഷായം വെച്ചു കൊടുത്തിട്ട് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പോലെ ആ വേദത്തിൻ്റെ പൊരുള്, അർത്ഥം അത് ശരിക്കും മനസ്സിലാക്കുവാൻ കഥാരൂപത്തിൽ നിങ്ങളോട് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഈ പറയുന്നതൊക്കെ കഥയാണ്, ഇതിലെ തത്വം വേറെയാണെന്ന്
ഭാഗവതം തുടങ്ങുമ്പോൾ തന്നെ ഭാഗവതകാരൻ പറയുന്നുണ്ട് ഈ പറയുന്നതെല്ലാം കഥയാണെന്ന്. അതുപോലെ ഭാഗവതം നിർത്തിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഈ ചൊന്ന കഥകളിലുള്ള കുറ്റങ്ങളെല്ലാം സച്ചിദാത്മാക്കൾ തെളിഞ്ഞിരിക്കും സജ്ജനങ്ങളൊക്കെയും ക്ഷമിക്കയും ചെയ്തെനിക്കനുഗ്രഹം ഭക്തി വ്യക്തികളില്ലെന്നാകിലും ചെയ്തിടണം, ഇല്ലെങ്കിലും ചെയ്തിടണം. അതായത് ഞാൻ ഈ പറഞ്ഞ കഥകളിൽ എന്തെങ്കിലുമൊക്കെ കുറ്റം കാണും, അതൊക്കെ എന്തെങ്കിലുമൊക്കെ കുറ്റമുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണേ എന്ന് വീണ്ടും ബോധിപ്പിക്കുക. ഇതിനുള്ളിൽ പറയുന്നതൊക്കെ കഥയാണ്. ആ കഥയ്ക്കുള്ളിലെ തത്വം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മളോട് പറയുക. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് തത്വം എടുക്കാൻ സമയമില്ല. കഥ മാത്രം എടുത്തുകൊണ്ട് ആ കഥയുടെ പുറകെ പോയിട്ട് ശരിയായ ഭഗവാനെ കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല. നമ്മുടെ സപ്താഹ വേദികളാകട്ടെ നവാഹ വേദികളാകട്ടെ അവരെല്ലാവരും പറയും ഇതിനുള്ളിലെ തത്വമാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. പക്ഷെ ഒരു വേദിയിലും എന്താണ് ആ തത്വം എന്ന് മാത്രം ആരും പറയില്ല. എല്ലാവരും കഥകളിൽ കൂടി അങ്ങനെ അങ്ങ് പോകും. അപ്പൊ ആ കഥ കേട്ട് 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 പോകുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് സംശയം വരുന്ന രീതിയിൽ ആളുകൾ ചോദിക്കും, നിന്റെ കൃഷ്ണന് 16,008 ഭാര്യയില്ലേ എന്ന് ചോദിക്കും. നോക്കൂ, നമ്മുടെ കുഞ്ഞുങ്ങൾ മതം പഠിക്കാതെ നമ്മുടെ വിശ്വാസം പഠിക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പം ആളുകൾ അപഹാസ്യ രൂപേണ ചോദിക്കും, നിന്റെ കൃഷ്ണന് 16,008 ഭാര്യമാരില്ലേടാ എന്ന് ചോദിക്കും. ആ കുഞ്ഞങ്ങ് പകച്ചു പോകും. ശരിയാണല്ലോ, നമ്മളിങ്ങനെ കാണാപ്പാടം പഠിച്ചു വെച്ചേക്കുവാ കൃഷ്ണന് 16,008 ഭാര്യയുണ്ടെന്ന്. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചു വെച്ചേക്കുക കൃഷ്ണൻ ഇങ്ങനെ ഗോപികമാരുടെ പുറകെ നടക്കുന്ന ഒരു പൂവാളനായിരുന്നെന്ന്. ഇതൊക്കെ കഥകളിൽ കൂടി രസിപ്പിക്കാനായിട്ട് അങ്ങനെ എഴുതി വെക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം കാണാതെ പഠിച്ച് ശരിയാണ് എൻ്റെ കൃഷ്ണന് 16,008 ഭാര്യയുണ്ടെന്ന് ഞാനും അങ്ങോട്ട് സമ്മതിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങൾ നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് അറിയാതെ അന്തിച്ചങ്ങനെ നിൽക്കും. അപ്പം മറ്റവൻ്റെ അടുത്ത ചോദ്യം വരും, ശിവന്റെ ലിംഗത്തെ അല്ലേടാ നീയൊക്കെ ആരാധിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പൊ ചിന്തിക്കും, എന്ത് വൃത്തികേടാടാ ഇത്, ഒരാളുടെ ലിംഗത്തെ ആരാധിക്കുകയോ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ വീണ്ടും പരിഭ്രമിക്കും. അവർ നാണിച്ചു തലതാഴ്ത്തും. അവർക്കറിയില്ല, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ ശിവന്റെ തത്വത്തെ കുറിച്ച് അവർക്ക് പറയാൻ സാധിക്കുന്നില്ല. നിന്റെ കൃഷ്ണന് 16,008 ഭാര്യമാരില്ലേടാ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ കൃഷ്ണൻ നരകാസുരനെ വധിച്ചപ്പോൾ അയാളുടെ തലവറയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന 16,008 സ്ത്രീകളെ മോചിപ്പിച്ച് അവർക്ക് പതിയായി എന്ന് പറയുമ്പം സംരക്ഷകനായി എന്നാണ് അർത്ഥം. പതി എന്ന വാക്കിന് ഭർത്താവെന്ന് മാത്രമല്ല അർത്ഥം, സംരക്ഷിക്കുന്നവൻ എന്നും കൂടി അതിനർത്ഥമുണ്ട്. എവിടേക്കും പോകുവാൻ ആശ്രയമില്ലാതിരുന്ന ആളുകളെ അദ്ദേഹം സംരക്ഷിച്ചതിൻ്റെ പേരിൽ 16,000 കെട്ടിയവനായിട്ട് ഈ കൃഷ്ണനെ അങ്ങട്ട് അവതരിപ്പിച്ചു. വീണ്ടും ചോദിക്കുന്നു, നിന്റെ ഗണപതിക്ക് കൊമ്പില്ലേ, ആനകളുടെ തലകളുള്ള ഒരു മൂർത്തിയെ അല്ലേ നീ ആരാധിക്കുന്നത് എന്ന് വീണ്ടും ആളുകൾ കളിയാക്കി ചോദിക്കാൻ തുടങ്ങി. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ ഗണപതിയുടെ തലയുടെ എന്താ പ്രത്യേകത, അല്ലെങ്കിൽ കൊമ്പും തുമ്പിക്കൈയും എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുവാൻ അവർക്ക് അറിയാതെ പോകും. അതറിയണമെങ്കിൽ, എനിക്കറിയണം എൻ്റെ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ. വീണ്ടും അവർ ചോദിക്കും, സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ കഴിയാത്ത രാമനല്ലേ നിന്റെ ദൈവം എന്ന് വീണ്ടും ചോദിക്കും. എൻ്റെ രാമനും അവൻ്റെ ഭാര്യയും എന്തായിരുന്നെന്നും എൻ്റെ രാമൻ്റെയും അവൻ്റെ ഭാര്യയുടെയും കർത്തവ്യം എന്തായിരുന്നുവെന്നും അവരുടെ വരവിൻ്റെ ഉദ്ദേശം എന്തായിരുന്നുവെന്നും പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണ്ടേ? അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഹിന്ദു മതത്തിൻ്റെ പുതിയ തലമുറയെ അടച്ചാക്ഷേപിച്ച് അവരെ വഴിതെറ്റിച്ച് വിടുന്നതിൽ എല്ലാവർക്കും നല്ല പങ്കുണ്ട്. അതിൽ പുറത്തു നിൽക്കുന്നവരെ കുറ്റം പറയേണ്ട, അകത്തുള്ളവർക്കാണ് ഇതിലേ ഏറെ താല്പര്യവും ഈ ഒരു സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ആ ഒരു വെട്ടപ്പാടും അവർ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ബാലഗോകുലം ക്ലാസ്സിൽ പോയി എന്ന് പറഞ്ഞില്ലേ, അവിടുത്തെ മക്കളോട് ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങൾ നിങ്ങളുടെ അമ്മമാരോട് സംസാരിക്കാറുണ്ടോ? അമ്മമാരെ കെട്ടിപ്പിടിച്ച് കിടക്കാറുണ്ടോ? അമ്മമാർ നിങ്ങൾക്ക് മുത്തം തരാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് അറിയാൻ വയ്യാത്ത സംഭവങ്ങളാണ്. നിങ്ങൾ അമ്മയുടെ അടുത്തേക്ക് പോയി ചോദിക്കണം, അമ്മ എന്താണ് ഗണപതിയുടെ ഈ തുമ്പിക്കൈ, എന്തുകൊണ്ടാണ് ഗണപതിയെ ആനമുഖനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നൊക്കെ പോയി ചോദിക്കണം. ചോദിച്ചാൽ എന്താകും മറുപടി എന്ന് നമുക്കറിയാലോ എന്ന് പറയുമ്പം ആ മക്കൾ എന്നോട് പറഞ്ഞു, ടീച്ചറെ അമ്മയുടെ അടുത്ത് സംസാരിക്കാൻ ചെല്ലാൻ പറ്റില്ല, അമ്മയ്ക്ക് എപ്പോഴും ദേഷ്യമാണ്. കാരണം അമ്മ പറയും, എടാ ചെറുക്ക, എനിക്ക് 300 കൂട്ടം ജോലി കിടക്കുമ്പോൾ കിന്നാരം കൊണ്ട് വന്നേക്ക്
ദൂരെ മാറി പൊക്കോ എന്ന് പറയും. ആ പൊക്കോ എന്ന് പറയുന്നത് മാത്രമല്ല, ആ വീട്ടിലെ ഭർത്താവിനോടോ അമ്മായിയമ്മയോടോ കുടുംബക്കാരോടോ അയലോക്കക്കാരോടോ എന്തെല്ലാം ദേഷ്യമുണ്ടോ അതെല്ലാം ആ കുഞ്ഞിൻ്റെ മണ്ടയ്ക്ക് തീർത്ത് വിടും. അതുകൊണ്ട് അവൻ ജീവനുള്ള കാലത്ത് പിന്നെ അമ്മയോടൊരു സംശയം ചോദിച്ച് അവൻ ചെല്ലില്ല. വേറൊരു കാര്യമുണ്ട്, അമ്മയ്ക്ക് അറിയില്ല എന്താണ് ഗണപതിയുടെ ഈ പറയുന്ന ആനമുഖത്തിന്റെ തത്വം എന്തെന്ന് അമ്മയ്ക്കറിയില്ല. ശ്രീകൃഷ്ണന്റെ ഭഗവാന്റെ 16,000 കെട്ട് കെട്ടിയതിന്റെ കാര്യം അമ്മയ്ക്കറിയില്ല. അപ്പൊ അമ്മയ്ക്ക് രക്ഷപ്പെടാനുള്ള ഏക വഴി അതാണ്. അതുകൊണ്ട് കുട്ടികളെ അങ്ങ് ചാടിച്ചു വിടുക. കുട്ടികളും അമ്മമാരും അച്ഛനുമായിട്ടുള്ള ബന്ധമില്ലാതെ വരിക. നമ്മളൊരു ആധ്യാത്മിക പഠന ക്ലാസ് വെച്ചിട്ട് നമ്മുടെ മക്കളെ അവിടേക്ക് നമ്മൾ വിടുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങളൊക്കെ അനുഭവസ്ഥരാ. നിങ്ങൾ കുട്ടികളെ വിട്, ഞങ്ങളിതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പം അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞായറാഴ്ച ഒരു ദിവസം മാത്രമേ അവധിയുള്ളൂ. ഓരോ ദിവസവും അവർക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്, അവർക്ക് കരാട്ടയുണ്ട്, കുങ്ഫു ഉണ്ട്, പിന്നെന്താ ഇല്ലാത്ത പൊല്ലാപ്പിനെല്ലാം പിള്ളേരെ വിടും. എന്നിട്ട് ഞായറാഴ്ച ഒരു ദിവസം കിട്ടുന്നതല്ലേ അവർ കിടന്നുറങ്ങിക്കോട്ട് എന്ന് പല അമ്മമാരും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ഉറങ്ങിക്കോട്ടെ എന്ന് പറയുന്നത് അവരുടെ ഭാവി മുഴുവൻ ഉറങ്ങിത്തീർക്കും. ഒരമ്മ ഉറങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് തൻ്റെ മകന്റെ ജീവൻ തന്നെ ഇല്ലാതായതെന്ന് മഹാഭാരതം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്താ? അഭിമന്യുവിന്റെ അമ്മ സുഭദ്ര എങ്ങനെയാണ് ഈ ചക്രവ്യൂഹം ഭേദിക്കുന്നതെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുമ്പം ഉറങ്ങിപ്പോയിട്ട് അഭിമന്യു വയറ്റിൽ കിടന്ന് മൂളിക്കേട്ടത്രേ. അതിപ്പം ഇതുവരെ നിനക്ക് അതിന് ബാക്കി കേൾക്കാനുള്ള ആ ഒരു പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ നിർത്തി. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അമ്മ ഉറങ്ങിപ്പോയത് കൊണ്ട് കുരുക്ഷേത്ര ഭൂമിയിൽ, യുദ്ധഭൂമിയിൽ തൻ്റെ മകൻ വെറും 16 വയസ്സുള്ള അഭിമന്യുവിനെ ചതിച്ചു കൊന്നു. ആളുകൾ എല്ലാവരും കൂടെ കൂടിയിട്ട്. അമ്മ ഉണർന്നിരുന്നെങ്കിലോ വിജയശ്രീലാളിതനായിട്ട് അഭിമന്യു പുറത്തേക്ക് വരുമായിരുന്നു. കലിയുഗത്തിലെ എൻ്റെ അമ്മമാരുടെ ആ ഉറക്കമാണ് നമ്മളുടെ മക്കളുടെ എല്ലാവരുടെയും ഭാവി നശിപ്പിക്കുന്നതെന്ന് പറയാതെ വയ്യ. യഥാർത്ഥത്തിലുള്ള വസ്തുത എന്താണെന്ന് നമ്മുടെ മക്കളെ മനസ്സിലാക്കി എല്ലാവരെയും സ്നേഹിക്കാനും സേവിക്കാനും നമ്മുടെ മക്കളെ പഠിപ്പിക്കണ്ടേ? ഞാനത് പറഞ്ഞു. സൂര്യക്ഷേത്രത്തിൽ ഞാൻ വരുന്നത് ആദ്യമാണ്. ഒരു പക്ഷേ ഈ നമ്മുടെ നാട്ടിൽ ആകെയുള്ള ഒരു സൂര്യക്ഷേത്രവും ഇത് തന്നെയായിരിക്കും. എന്തായിരിക്കും സൂര്യക്ഷേത്രത്തിൻ്റെ ആ ഒരു കൺസെപ്റ്റ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നത്? സൂര്യക്ഷേത്രം തന്നെ നിർമ്മിക്കണമെന്നുള്ള ചിന്ത വന്നത് നമ്മൾ ഹിന്ദു മതത്തിനു നേരെയുള്ള വലിയൊരു ആരോപണമാണ് 33 കോടി ദേവകളുണ്ട്, അതായത് ബഹുദൈവ ആരാധനയുള്ളവരാണ് ഹിന്ദുക്കൾ എന്ന് സാധാരണ പറയും. ഈ 33 കോടി ദൈവത്തിൽ ഏതിനെയാ ഞാൻ വിളിക്കുക എന്നുള്ള കൺഫ്യൂഷൻ. ശിവനെ വിളിച്ചാൽ കൃഷ്ണൻ പിണങ്ങും, കൃഷ്ണനെ വിളിച്ചാൽ ഗണപതി പിണങ്ങും, ഗണപതിയെ വിളിച്ചാൽ ദേവി പിണങ്ങും എന്നൊക്കെയുള്ള ചിന്തയാ മനസ്സിൽ വരുന്നത്. അങ്ങനെ മനസ്സിൽ വരുന്നത് എന്തുകൊണ്ടാ? ഇതൊക്കെ ആരാണെന്ന് അറിയാത്തത് കൊണ്ട്. ഈ പറയുന്ന 33 കോടി ദേവകളെ മാറ്റി നിർത്തിയിട്ട് വേദകാലഘട്ടത്തിൽ, അതായത് നമ്മുടെ വേദങ്ങൾ പരിശോധിക്കുമ്പം നമ്മുടെ ആചാര്യന്മാർ പറയുന്നു ആ പുരുഷൻ, ആ പരപുരുഷൻ ഒന്നേയുള്ളൂ, അവൻ ഏകനാണ്, അത് ബ്രഹ്മമാണ് എന്ന് പറയുന്നു. ബഹുദൈവ ആരാധനയല്ല, ഏകദൈവത്തെ ആരാധിക്കലാണ് ഹിന്ദുമതത്തിന്റെ പ്രത്യേകതയും. ബ്രഹ്മം എന്ന് പറയുന്ന ആ ഒരു സ്വരൂപത്തെ കണ്ടെത്താനായിട്ടാണ് പല മാർഗങ്ങളിലൂടെ ആയിട്ട് ഹിന്ദു വിശ്വാസികൾ കൃഷ്ണനെ പൂജിച്ചാലും അയ്യപ്പനെ പൂജിച്ചാലും ഗണപതിയെ പൂജിച്ചാലും എല്ലാം ഒരാളിലേക്ക് എത്തുവാനുള്ള തത്രപ്പാടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഋഗ്വേദം പറയുന്നത് രണ്ടില്ലാത്ത വിധം ഒന്നാണ് ബ്രഹ്മം. അതിന് ഇന്ദ്രൻ തുടങ്ങിയ പേരുകളുണ്ട്. പ്രകൃതി തുടങ്ങിയ ദിവ്യ പദാർത്ഥങ്ങളിലെല്ലാം വ്യാപരിച്ചിരിക്കുന്നവനാണ് അവൻ എല്ലാവരെയും പരിപാലിക്കുന്നതിനാൽ അവന് സുവർണൻ എന്നുള്ള പേര് വന്നു. അവന് മഹാനായതുകൊണ്ട് അവനെ എന്തറിയപ്പെട്ടു? ഗരുത്മാൻ എന്ന് വിളിച്ചു. അവൻ അതീവ ശക്തിമാനായതുകൊണ്ട്, ശക്തിശാലിയായതുകൊണ്ട് അവനെ മാതരിശ്വാൻ എന്ന് വിളിക്കുന്നു. ഇതെല്ലാം ആ ഭഗവാന്റെ അല്ലെങ്കിൽ ആ പരബ്രഹ്മ സ്വരൂപത്തിന്റെ നാമങ്ങളാ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞു ഋഗ്വേദം പറയുന്നു, ഇങ്ങനെ ഒന്നിനെ തന്നെ വിശേഷ പ്രജ്ഞയുള്ളവൻ പല പേരുകളിൽ വിളിക്കുന്നു. അതാണ് നമ്മൾ കാണുന്ന ബഹുദൈവ ആരാധന. ഒന്നിനെ തന്നെ പല പേരുകളിൽ വിളിക്കുന്നു. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് വീട്ടിലൊരു പേര് കാണും, നാട്ടിൽ ഇരട്ട പേര് കാണും, സ്കൂളിൽ ചേർക്കാൻ നേരത്ത് വേറെ പേര് കാണും. നമ്മുടെ മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും ഒക്കെ അവർക്ക് ഇഷ്ടമുള്ള ചെല്ലപ്പേരിട്ടായിരിക്കും വിളിക്കുന്നത്. പക്ഷേ ഈ വിളി കേൾക്കുന്നതെല്ലാം ഒരാളല്ലേ? അതേപോലെ ഏതെല്ലാം പേര്
കൃഷ്ണനായാലും അല്ലാഹുവായാലും യേശുക്രിസ്തുവായാലും ഇനി അതല്ല വേറെ എന്തെല്ലാം പേരുകളിൽ വിളിച്ചാലും ആ പരബ്രഹ്മത്തെയാണ് വിളിക്കുന്നത്. ഈ എന്നെ അല്ലാതെ മറ്റാരെയെങ്കിലും വിളിച്ചാൽ ഞാൻ കോപിക്കുന്ന ഒരു ദൈവമല്ല എൻ്റെ ഭഗവാൻ. മറിച്ച് ഭഗവാൻ പറയുന്നു, നിനക്കിഷ്ടമുള്ള രീതിയില്, നിനക്കിഷ്ടമുള്ള തരത്തില് നീ ആരെ ആരാധിക്കുന്നുവോ, ഞാനാണെന്ന് കരുതി നീ ആരെ ആരാധിച്ചാലും അതെന്നിലേക്ക് എത്തും എന്ന് ഭഗവാൻ പറയുന്നു. അഥർവവേദത്തിൽ പറയുന്നു, 2ഇല്ല 3ഇല്ല 4ഉമില്ല അവന്റെ കാര്യത്തിൽ. അവൻ 5-മനുമില്ല 6-മനുമില്ല 7-മനുമില്ല. അവൻ 8-മനോ 9-മനോ 10-മനോ ഇല്ല. അവൻ ഏകനാണ്, അവൻ അതിശക്തിശാലിയാണ്, അവൻ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപരിച്ചിരിക്കുന്നു എന്ന് അഥർവവേദം പറയുന്നു. എന്താണ് പ്രപഞ്ചം മുഴുവൻ വ്യാപരിച്ചിരിക്കുന്ന ആ സ്വരൂപം? ആലോചിച്ച് നോക്കൂ. എന്തായിരിക്കും പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാൻ? നമുക്ക് കാണപ്പെട്ട കർമ്മസാക്ഷിയായ നമ്മളുടെ എല്ലാ പ്രവർത്തികളും സദാസമയം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യ ഭഗവാൻ എന്ന് അതിന് നമുക്ക് അർത്ഥം പറയാൻ പറ്റും. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം സൂര്യഭഗവാൻ എന്നുള്ള ആ ഒരു സങ്കല്പത്തില് നിങ്ങളുടെ നാട്ടിൽ ആ പരമാത്മാവിനെ പൂജിക്കാനും പ്രാർത്ഥിക്കുവാനും നിങ്ങൾക്കൊരു ഇടമുണ്ടാകരുത് തന്നെ. പ്രകാശിക്കുന്നതും എന്താണോ അതാണ് ദൈവം എന്നാ പറയുന്നത്. ശരിക്കും പ്രകാശിക്കുന്നത് സൂര്യനാണ്. അതേപോലെ സ്നേഹം പ്രകാശിപ്പിക്കുന്നതാണ് മാതാപിതാക്കൾ, അച്ഛനമ്മമാർ. അതുകൊണ്ട് അവരും ദൈവങ്ങളാണ്. അച്ഛനമ്മമാരെ പൂജിക്കുന്നതും അവരെ സന്തോഷിപ്പിക്കുന്നതും ഈശ്വര സേവയ്ക്ക് തുല്യമാണെന്നും അതുകൊണ്ടാണ് വേദം പറയുന്നത്. മഹാവിഷ്ണുവിനെ നമ്മൾ ഭഗവാനായിട്ട് സങ്കല്പിക്കുമ്പം വേദം പറയുന്നു വിഷ്ണുവാണ് സൂര്യൻ. എന്താണ് വിഷ്ണുവിന്റെ അർത്ഥം? വിശ്വം മുഴുവൻ വ്യാപരിച്ചിരിക്കുന്നവൻ എന്ന വിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം. വിശ്വം മുഴുവൻ വ്യാപരിച്ചിരിക്കുന്നവൻ ആരാണ്? സൂര്യനാണ്. അങ്ങനെയാണെങ്കിൽ ആ സൂര്യഭഗവാനാണ് സാക്ഷാൽ മഹാവിഷ്ണു. അങ്ങനെ സൂര്യഭഗവാൻ സൂര്യനാരായണനായി എന്ന് വേണം നമുക്ക് പറയാൻ. നമ്മുടെ പുരാണങ്ങളിൽ വർണ്ണിക്കുന്ന ഈ ശ്രീ മഹാവിഷ്ണു പാലാഴിയില് ലക്ഷ്മി ദേവിയുടെ ദാസ്യവൃത്തത്താൽ അങ്ങനെ അനന്തന്റെ മേല് പാലാഴിയിൽ പള്ളി കൊള്ളുന്നു ഈ പറയുന്ന ശ്രീ മഹാവിഷ്ണു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ വിഷ്ണു എന്ന് പറഞ്ഞാൽ വിശ്വം മുഴുവൻ വ്യാപരിച്ചിരിക്കുന്നവൻ. പാലാഴിയിൽ പള്ളി കൊള്ളുന്ന വിഷ്ണുവിനെ കുറിച്ച് വേറൊരു അർത്ഥം പറയുന്നത് വിഷ്ണുവിന്റെ വാസസ്ഥാനമാണത്രേ വൈകുണ്ഠം. ഈ വൈകുണ്ഠം എന്നുള്ള പേരിന്റെ അർത്ഥം എന്താ? വികണ്ഠന്മാരുടെ സ്ഥാനം. വികണ്ഠന്മാരാരാ? താപസന്മാരുടെ മനസ്സാകുന്ന പവിത്രീകരിക്കപ്പെട്ട പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ആളാണ് ഭഗവാൻ ശ്രീ മഹാവിഷ്ണു എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കൃഷ്ണനെ കുറിച്ച് പറയുമ്പം ഒരു കാര്യമുണ്ട്. കൃഷ്ണൻ ഓടി നടന്ന് വെണ്ണ കട്ടു അല്ലേ? ഓരോ സ്ഥലത്തു നിന്നും അമ്പാടിയില് അല്ലെങ്കിൽ ഗോകുലത്തില് ഓടി നടന്ന് കണ്ണൻ ഓരോ വീട്ടിൽ നിന്നും വെണ്ണ കട്ടു. എന്താ അവൻ കട്ടത്? ഈ കണ്ണൻ ഓരോ വീട്ടിൽ നിന്നും കട്ടെടുത്ത വെണ്ണ എന്താ? ഭക്തന്മാരുടെ മനസ്സാണ്. ഗോകുലത്തിലെ ഓരോ വീട്ടിലെ അംഗങ്ങളുടെയും ഹൃദയം അങ്ങനെ അവൻ കട്ടെടുത്തു. ആ ഹൃദയമാകുന്ന നറുവണ്ണ അവൻ കട്ടെടുത്തു, കണ്ണൻ കട്ടെടുത്തു. എന്നിട്ടോ ഭക്തിയാകുന്ന ചൂടാൽ ആ നറുവണ്ണ അങ്ങനെ ഉരുകി 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 ആ ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നു. അങ്ങനെ ഓടി നടന്ന് കണ്ണൻ കട്ടത് നമ്മുടെയെല്ലാം ഹൃദയമാണ്. അതേപോലെ പാലാഴിയില് വികണ്ഠന്മാരുടെ താപസന്മാരുടെ മനസ്സാകുന്ന പാലാഴിയില് ശ്രീ ഭഗവാൻ അങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുന്നു. പാലാഴി എന്ന് പറയുമ്പം അത് പാൽക്കടലാണ്, സമുദ്രമാണ്. ആകാശത്തിന് സമുദ്രമെന്നും ഒരർത്ഥമുണ്ട്. വൈദിക ഈ സംസ്കൃതത്തില് ആകാശത്തിന് സമുദ്രമെന്നും പറയും. അങ്ങനെ നോക്കുമ്പോൾ ഭൂമിയിലെ പോലെ തന്നെ സമുദ്രം ജലം നിറഞ്ഞ ഒന്നാണ് ആ ആകാശവും. ആ ആകാശത്തിൽ പള്ളികൊള്ളുന്ന സർവവും വ്യാപിച്ചിരിക്കുന്ന മഹാവിഷ്ണുവാണ് സൂര്യഭഗവാൻ. അതാ പറയുന്നത്. ശരിക്കും സൂര്യനെ കുറിച്ച് പുരാണങ്ങൾ പറയുമ്പോൾ സൂര്യൻ പ്രപഞ്ചത്തിന്റെ പ്രകാശദാതാവാണ്. പുരാണങ്ങളിൽ കൂടി സൂര്യന്റെ കഥ പറയുമ്പം അതിഥി, അതായത് കശ്യപ പ്രജാപതിയുടെ ഭാര്യയായ അതിഥിയുടെ പുത്രനാണ് സൂര്യൻ. അതിഥിയുടെ പുത്രനായതുകൊണ്ട് സൂര്യന് ആദിത്യൻ എന്നുള്ള പേരും വന്നു എന്ന് പുരാണങ്ങൾ പറയുന്നു. 12 ആദിത്യന്മാരുണ്ടത്രേ. 12 പുത്രന്മാർ അതിഥിക്കുണ്ട്. അതുകൊണ്ട് 12 ആദിത്യന്മാരുണ്ടെന്ന് പുരാണങ്ങൾ പറയുന്നു. അതാത്രേ ദ്വാദശാദിത്യന്മാരെന്ന് നമ്മൾ പറയുന്നത്. ഈ സൂര്യന്റെ ഭാര്യ സംധ്യാദേവി ദേവശില്പിയുടെ മകളാണ്. അവർക്ക് 3 മക്കളുണ്ട്.
യമൻ, യമി എന്ന് പറയുന്ന 3 മക്കളുണ്ടെന്നും പുരാണം പറയുന്നു. അതുകൂടാതെ സംധ്യാദേവിയുടെ സഖിയായ ഛായാദേവിയില് വീണ്ടും 2 കുട്ടികളുണ്ട്. ഇതൊക്കെ പുരാണത്തിലെ കഥയാണ്. അതിലൊന്നാണ് ശനീശ്വരൻ, മറ്റൊന്ന് തപതി. ഇതും കൂടാതെയാണ് സൂര്യദേവന്റെ മക്കളായിട്ട് നമ്മൾ അറിയപ്പെടുന്ന സുഗ്രീവനും കർണനും. നമ്മുടെ പുരാണത്തിൽ പറയുന്നു സൂര്യദേവൻ 7 കുതിരകളെ പൂട്ടിയ തേരിൽ വരുന്നു. എന്താ സൂര്യദേവൻ 7 കുതിരകളെ പൂട്ടിയ ഈ തേരിൽ വരുന്നത്? 7 എന്ന് പറയുന്നത് 7 നിറങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതേപോലെ ആഴ്ചയിലെ 7 ദിവസങ്ങളെയുമാണ് ഈ 7 എന്ന് പറയുന്ന കുതിരകൾ എന്നുള്ള സങ്കല്പത്തിൽ കൂടി നമുക്ക് നമ്മുടെ ആചാര്യന്മാർ വരച്ചു കാട്ടിത്തരുന്നത്. നമ്മൾ നോക്കുമ്പോൾ സൂര്യഭഗവാന് 7 കുതിരകളെ പൂട്ടിയ ഈ തേരിൽ വരുന്നു. പക്ഷേ അതിൻ്റെ അർത്ഥം 7 ആഴ്ചയിലെ 7 ദിവസങ്ങള്, അതേപോലെ തന്നെ ഈ കളറുകള്, വർണ്ണങ്ങള്, അതാ ഈ 7 എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ അറിയുന്നത്. സൂര്യഭഗവാനെ ഉപാസിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് ശ്രേയസ് തരുമെന്ന് നമ്മുടെ ആചാര്യന്മാർ പറയുന്നു. ഗായത്രി മന്ത്രം സൂര്യഭഗവാന്റെ ഉപാസനയ്ക്കുള്ള മന്ത്രമായിട്ട് കരുതിപ്പോരുന്നു. അതും കൂടാതെ ആദിത്യ ഹൃദയ മന്ത്രത്തെക്കുറിച്ച് നമ്മുടെ രാമായണത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ശ്രീരാമചന്ദ്ര ഭഗവാൻ അങ്ങനെ രാവണനോട് ഏറ്റുമുട്ടി അങ്ങനെ ക്ഷീണിതനായിട്ട് നിൽക്കുമ്പോൾ അഗസ്ത്യ മഹർഷി വന്ന് പറയുന്നു, ആദിത്യ മന്ത്രം, ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കൂ. ശത്രുവിനെ തപിപ്പിക്കാം, അല്ലെങ്കിൽ ശത്രുവിന്റെ ശക്തി ക്ഷയിപ്പിച്ച് ശത്രുവിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കാനായിട്ട് അഗസ്ത്യ മഹർഷി പറഞ്ഞു കൊടുക്കുന്നൊരു ഭാഗമുണ്ട്. അപ്പം നമ്മുടെ കുടുംബത്തില് ഐശ്വര്യത്തിനും നമ്മുടെ മക്കളുടെ ഉയർച്ചയ്ക്കും ശത്രുദോഷത്തിനും ഒക്കെ ആയിട്ട് എല്ലാവരും ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കണമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ സൂര്യ നമസ്കാരം ചെയ്യുന്നത് എന്തുകൊണ്ടും നമ്മുടെ ശരീരത്തിനും മനസ്സിനും എല്ലാം ശക്തി തരുന്ന ഒന്നാണ് സൂര്യ നമസ്കാരം. അങ്ങനെ സൂര്യനെ കുറിച്ച് പല പല കഥകളുണ്ട്. നമ്മളിപ്പോൾ ഭാഗവതം വായിക്കുമ്പോൾ ഭാഗവതത്തിന്റെ മാഹാത്മ്യത്തിൽ പറയും, ദുന്ദുകാരി എന്ന് പറയുന്ന ഒരു പ്രേതാത്മാവിന് മോക്ഷം കിട്ടാനായിട്ടാണ് ഗോകർണൻ എന്ന് പറയുന്ന ദുന്ദുകാരിയുടെ സഹോദരൻ ഈ ആദ്യമായിട്ട് ഈ സപ്താഹയജ്ഞം നടത്തുന്നത്. സൂര്യഭഗവാൻ ഉപദേശിച്ചിട്ടാണ്. ഗയാശ്രാദ്ധം ചെയ്തിട്ട് പോലും ആ ആത്മാവിന് മോക്ഷം കിട്ടാഞ്ഞപ്പോഴ് ഇനി എന്തു ചെയ്യുമെന്നറിയാതെ ഗോകർണൻ പകച്ചു നിന്നപ്പം ഗോകർണനോട് സൂര്യഭഗവാൻ വന്ന് പറഞ്ഞു, നീ സപ്താഹം വായിച്ചു കേൾപ്പീര്. വായിച്ചു കേൾപ്പിച്ചപ്പോഴാത്രേ ദുന്ദുകാരിയുടെ ആത്മാവിന് ഈ പറയുന്ന മോക്ഷം കിട്ടിയത് എന്ന് നമ്മുടെ പുരാണങ്ങളിൽ കാണാം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങള് പുരാണപരമായിട്ട് സൂര്യഭഗവാന്റെ മേന്മയായിട്ടുണ്ട്. ദ്രൗപദിക്ക് അക്ഷയപാത്രം കൊടുത്തത് അദ്ദേഹമാണ്. അങ്ങനെ ഓരോ പ്രാവശ്യവും മുഴുവൻ പ്രപഞ്ചത്തെയും പരിപാലിക്കുന്ന ആ ഭഗവാൻ അങ്ങനെ കർമ്മസാക്ഷിയായിട്ട് നിൽക്കുകയാണ് ആ സൂര്യഭഗവാൻ. അങ്ങനെ നമ്മുടെ കർമ്മങ്ങൾക്കെല്ലാം സാക്ഷിയായി നിൽക്കുന്ന ആ ഈശ്വരനെ മാത്രമേ ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഏക ശക്തി ഈ സൂര്യനാണ്, ആ ഭഗവാനാണ്. ആ ഭഗവാനെ കുറിച്ച് നമുക്ക് യാതൊന്നും അറിയില്ല എന്നുള്ളത് മറ്റൊരു സത്യവുമാണ്. ആ ഭഗവാനാണത്രേ വിഷ്ണു ഭഗവാനെന്ന് വേദങ്ങൾ പറയുന്നു. ആ വിഷ്ണു ഭഗവാനെയാണ് പുരാണങ്ങളിൽ കൂടി കഥയുടെ അകമ്പടിയോട് കൂടിയിട്ട് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള വിഷ്ണു ഭഗവാന്റെ വാഹനം ഗരുഡനാണ് എന്ന് നമ്മുടെ പുരാണത്തിൽ കാണാം. സൂര്യഭഗവാന്റെ വാഹനം, ഈ പറയുന്ന വിഷ്ണു ഭഗവാന്റെ വാഹനം ഗരുഡനാകുമ്പം വിഷ്ണുവാകുന്ന സൂര്യൻ അല്ലെങ്കിൽ സൂര്യന്റെ ആ ഗരുഡവാഹനം എവിടെ എന്ന് നമുക്ക് സംശയം വരില്ലേ? സൂര്യന്റെ ഗരുഡവാഹനമാണത്രേ സൂര്യന്റെ രശ്മികൾ. സൂര്യരശ്മികൾക്ക് 15ഓളം പേരുകൾ നിഘണ്ടുവിൽ കാണാം. അതിൽ ഒരു പേര് സുവർണ എന്നാണ്. ഗരുഡന്റെ പേരും സുവർണ എന്ന്, ഗരുഡനെയും സുവർണൻ എന്ന് നമ്മൾ വിളിക്കും. ഗരുഡന്റെ ഇഷ്ടഭക്ഷണം സർപ്പമാണ്. അങ്ങനെയാണെങ്കിൽ ഈ വിഷ്ണു ഭഗവാന്റെ വാഹനമായ ഗരുഡന് ഇഷ്ടഭക്ഷണം സർപ്പമാണെങ്കിൽ ഈ വിഷ്ണു ഭഗവാനാണ് സൂര്യഭഗവാനെങ്കിൽ ഈ സൂര്യഭഗവാന്റെ ഗരുഡന്റെ ഇഷ്ടഭക്ഷണം എങ്ങനെയാ സർപ്പമാകുന്നത്? അങ്ങനെയുള്ള ചോദ്യം വരില്ലേ? സൂര്യഭഗവാന്റെ വാഹനമാകുന്ന ഗരുഡൻ സൂര്യഭഗവാന്റെ രശ്മികളാണെന്ന് പറഞ്ഞു. ആ രശ്മികളാകുന്ന ആ ഗരുഡന്റെ ഇഷ്ടഭക്ഷണം മേഘമാണ്. സർപ്പം എന്നുള്ള വാക്ക് അഹി എന്നുള്ള വാക്ക് ഈ സംസ്കൃതത്തില് അല്ലെങ്കിൽ വൈദിക സംസ്കൃതത്തില് അഹി എന്ന് പറഞ്ഞാല് 10ഓളം അർത്ഥം ഈ പറയുന്ന മേഘങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതിലൊരു അർത്ഥമാണ് അഹി. ഈ സൂര്യകിരണങ്ങൾ മേഘങ്ങളെ ഭക്ഷിക്കുന്നു.
ആ സൂര്യകിരണങ്ങളുടെ ചൂടേറ്റാണ് ആ ഭൂമിയിലേക്ക് മഴയായി ആ ജലം പൊഴിയുന്നത്. ആ അമൃത് അല്ലെങ്കിൽ ആ വെള്ളം നമുക്ക് തരുന്നത് ഈ സൂര്യന്റെ കനിവ് കൊണ്ടാണ് എന്നാ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. പിന്നെയോ വിഷ്ണു ഭഗവാന് 4 കൈകളുണ്ട്. ഈ 4 കൈകൾ എന്താ വിഷ്ണു ഭഗവാന്റേത്? വിഷ്ണു സർവം വ്യാപിച്ചിരിക്കുന്നവനാണ്, 4 ദിക്കിലും വ്യാപിച്ചിരിക്കുന്നവനാണ് വിഷ്ണു. അപ്പം 4 കൈകൾ വിഷ്ണുവിന് ഉള്ളതായിട്ട് എല്ലാ ഭാഗത്തേക്കും അദ്ദേഹത്തിന്റെ ശ്രദ്ധ എത്തുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഈ സൂര്യഭഗവാനും 4 പുറവും എല്ലായിടവും സൂര്യഭഗവാന്റെ രശ്മികളും കടന്നു ചെല്ലുന്നു. അങ്ങനെ നോക്കുമ്പം സൂര്യഭഗവാനും ചതുർബാഹുവാണ്. വിഷ്ണു ഭഗവാന്റെ കയ്യിൽ സുദർശന ചക്രമുണ്ട്. എന്താണ് സുദർശന ചക്രം? പ്രപഞ്ചത്തിന്റെ നിയമചക്രമാണ് ഈ വിഷ്ണു ഭഗവാന്റെ കയ്യിലെ സുദർശന ചക്രം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ സൂര്യഭഗവാന്റെ കയ്യിൽ എവിടെ സുദർശന ചക്രം? സൂര്യഭഗവാന്റെ കയ്യിലെ, വിഷ്ണുവാകുന്ന സൂര്യഭഗവാന്റെ കയ്യിലെ ചക്രമാണ് കാലചക്രം. ദിനരാത്രങ്ങൾ പോയി ഋതുഭേദങ്ങൾ മാറി കാലത്തെ ഇങ്ങനെ കറക്കുന്ന ആ കാലചക്രമാണ് വിഷ്ണുവാകുന്ന സൂര്യഭഗവാന്റെ ചക്രം. ശംഖുണ്ട് ഭഗവാന്റെ കയ്യില്. എന്താ ശംഖ്? പ്രപഞ്ചനാഥമാണ് ശംഖ്, ശബ്ദത്തിന്റെ പ്രതീകമാണ് ശംഖ്. സൂര്യഭഗവാന്റെ കയ്യിലെ ശംഖായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത് മേഘനാദത്തെയാണ്, അതിമുഴക്കമാണ്. ആ മേഘനാദത്തെയാണ് സൂര്യഭഗവാന്റെ കയ്യിലെ ആ ശംഖായിട്ട് നമ്മൾ കരുതുന്നത്. ഗദയുണ്ട് ഭഗവാന്റെ കയ്യിൽ, ഗദയുണ്ട്. ഈ ഒരു സാധകന്, ഒരു സാധാരണക്കാരായനായ സാധകന് അവന്റെ ആധ്യാത്മിക ചിന്തകളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യമനിയമാദികളാണ്. ആ അവനെ എപ്രകാരമാണോ നിയന്ത്രിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഈ വിഷ്ണു ഭഗവാന്റെ കയ്യിലെ ഗദ. അതുതന്നെയാണ് സൂര്യഭഗവാന് സൗരയൂഥത്തിനകത്തുള്ള നിയമവ്യവസ്ഥയാണ് സൂര്യഭഗവാന്റെ കയ്യിലെ ഗദ. താമരയുണ്ട് വിഷ്ണു ഭഗവാന്റെ കയ്യില്. എന്താ താമര? ആ താമര ഭക്തന്റെ ഹൃദയകമലമാണ്. നമ്മുടെ ഹൃദയകമലത്തിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. സൂര്യഭഗവാനും താമരയും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. സൂര്യൻ വരുമ്പം, ഉദിച്ചു വരുമ്പം താമര വിടരും. സൂര്യൻ അസ്തമിക്കുമ്പം താമര അങ്ങനെ കൂമ്പിപ്പോകും. താമര ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും സൂര്യനും വിഷ്ണുവും ഒന്നു തന്നെയാണെന്ന് വേദങ്ങളും പുരാണങ്ങളും എല്ലാം ഇങ്ങനെ നോക്കുമ്പം നമുക്ക് മനസ്സിലാകും. വിഷ്ണു ഭഗവാന്റെ ഭാര്യയാണ് ലക്ഷ്മി, ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് ലക്ഷ്മി. ഈ ലക്ഷ്മി ദേവി അപ്പം സൂര്യദേവനാരാണ്? സൂര്യദേവൻ വരുമ്പോഴത്തെ ശോഭയാണ് ലക്ഷ്മി. ആ പ്രകാശം കൊണ്ടാണ്, സൂര്യദേവന്റെ കനിവ് കൊണ്ടാണ് ഈ ലോകത്തിലുള്ള ഓരോ വസ്തുക്കളെയും നമുക്ക് കാണാനും ആസ്വദിക്കാനും അതിൻ്റെ ഫലം ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കുന്നത്. ഒരു ദിവസം സൂര്യൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് എന്തെങ്കിലും കാണാൻ സാധിക്കുമോ? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഈ സൗന്ദര്യ വസ്തുക്കളെ എല്ലാം നമുക്ക് കാട്ടിത്തരുന്ന രൂപമാണ് സൂര്യൻ എന്നുള്ളത് കൊണ്ട് സൂര്യനെ വിശ്വരൂപൻ എന്ന് വേദം വിളിക്കുന്നു. വിശ്വരൂപൻ ഭഗവാനെയും നമ്മൾ വിളിക്കുന്നുണ്ട്. ശ്രീ ഭഗവാനെ നമ്മൾ ഭഗവാന്റെ വിശ്വരൂപത്തെ കുറിച്ച് പറയുന്നില്ലേ? അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളുടെയും രൂപത്തെ കാട്ടിത്തരുന്നവനായതുകൊണ്ട് വിശ്വരൂപൻ എന്ന് നമ്മൾ സൂര്യഭഗവാനെ വിളിക്കുന്നു. ഭഗവാൻ വിഷ്ണു അനന്തന്റെ പുറത്താണ് ശയിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. എന്താ അനന്തൻ? ഭഗവാൻ അനന്തൻ എന്ന് പറയുന്ന സർപ്പത്തിന്റെ മേലെയാണ് ശയിക്കുന്നത്. അപ്പൊ സൂര്യനോ എന്ന് നമ്മൾ ചോദിക്കും. അനന്ത എന്ന വാക്കിന് സർപ്പം എന്ന് മാത്രമല്ല അർത്ഥം. വൈദിക സംസ്കൃതിയില്, ഈ പറയുന്ന സംസ്കൃതത്തില് അനന്ത എന്ന വാക്കിന് ആകാശം എന്നൊരു അർത്ഥം കൂടിയിട്ടുണ്ട്. ആകാശം, ആകാശത്തിന് നമുക്ക് ബുദ്ധി കൊണ്ട് അളക്കുന്നതിന് അപ്പുറമാണ് ആകാശത്തിന്റെ വലിപ്പം. നമുക്കതിന്റെ വലിപ്പത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അത് അനന്തമാണ്. ആ അനന്തമായിട്ടുള്ള ആകാശത്തിൽ പള്ളികൊള്ളുന്ന ഭഗവാനായിട്ടുള്ള വിഷ്ണുവാണ് സാക്ഷാൽ സൂര്യനാരായണൻ എന്നാണ് വേദം നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു തരുന്നത്. ആ വേദം കാണിച്ചു തന്ന സൂര്യഭഗവാനെയാണ് നമ്മൾ ശ്രീ വിഷ്ണു ഭഗവാനായിട്ട് പുരാണത്തിന്റെ അകമ്പടിയോടെ ചെറിയ ചെറിയ കഥകളൊക്കെ കൂട്ടിച്ചേർത്ത് നമ്മൾ അങ്ങനെ വായിച്ച് കഥകൾ മാത്രമായിട്ട് പോയത്. അപ്പൊ സകല കർമ്മത്തിനും സാക്ഷിയായിട്ടുള്ള സകല ചരാചരങ്ങളുടെയും ഈശ്വരനാണ് സൂര്യൻ. അവിടെ മതഭേദമില്ല. ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും പാഴ്സിയുടെയും ജൈനന്റെയും എല്ലാം സർവശക്തൻ അതാണ്. ആ ഒരേ ഒരു സർവശക്തൻ ഭഗവാന്റെ രൂപം എന്തെന്ന് ഞാൻ ആദ്യം ചോദിച്ചു.
പറ്റുമോ? നമ്മളൊരു ആനയായിരുന്നെങ്കിൽ ആനയുടെ രൂപത്തിലല്ല ഭഗവാനെ കാണുമോ? നമ്മൾ മനുഷ്യനായതുകൊണ്ട് നമ്മൾ ഭഗവാനെ മനുഷ്യരൂപത്തിൽ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ആ ഭഗവാന്റെ രൂപം എന്തെന്ന് ആ മനുഷ്യനുണ്ടായി ഇത്ര കാലത്തോളം ആരും കണ്ടുപിടിച്ചിട്ടില്ല. എല്ലാവരും അന്വേഷണത്തിലാണ്. ആ ഭഗവാനെ കണ്ടെത്താനുള്ള ശാശ്വതമായ ശാന്തി തേടിയുള്ള ആ അന്വേഷണത്തിലാണ് ഓരോ മതവും ഇന്ന് വരെ ആ പരമാത്മ സ്വരൂപന്റെ ആ ഒരു രൂപം എന്തെന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാ സത്യം. ഹിന്ദു പുരാണങ്ങളും വേദങ്ങളും പറയുന്നു, നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഭഗവാന്റെ രൂപം അത് കൊടുത്തു സങ്കല്പിക്കൂ എന്ന് പറയുന്നു. നമുക്കറിയാം, നമ്മൾ പറയപ്പെട്ട പന്തിരുകുലത്തിലെ അകവൂർ ചാത്തനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ അകവൂർ ചാത്തൻ അകവൂർ മനക്കലെ തിരുമേനിയുടെ ബാല്യക്കാരനായിരുന്നു. അകവൂർ മനക്കലെ തിരുമേനി ഈ ഒരു ബ്രഹ്മോപാസകനായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അകവൂർ മനക്കലെ തിരുമേനി എന്നും ബ്രഹ്മത്തെ ഉപാസിക്കും. നിഷ്കളങ്കനായ ഈ പറയുന്ന ചാത്തൻ ഒരു ദിവസം അകവൂർ മനക്കലെ തിരുമേനിയോട് ചോദിച്ചു, തിരുമേനി, ഈ ബ്രഹ്മം എങ്ങനെ ഇരിക്കും? ആ ബ്രഹ്മമാണല്ലോ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ആ ഭഗവാൻ, ആ ബ്രഹ്മത്തിന്റെ രൂപം എന്താണെന്ന് അകവൂർ ചാത്തൻ ചോദിച്ചു. അകവൂർ ചാത്തനെ കളിയാക്കാനായിട്ട് അകവൂർ മനക്കിലെ തിരുമേനി പറഞ്ഞു, ബ്രഹ്മം എന്ന് പറയുന്നത് നമ്മുടെ മാടൻ പോത്തിനെ പോലെ ഇരിക്കും എന്ന് പറഞ്ഞു. പാവം അതങ്ങ് വിശ്വസിച്ചു. നിഷ്കളങ്കനായിട്ടില്ല അകവൂർ ചാത്തൻ അതങ്ങ് വിശ്വസിച്ചു. തിരുമേനി അത് പറഞ്ഞു കഴിഞ്ഞു പോയി. പക്ഷേ അകവൂർ ചാത്തൻ അന്നു മുതൽ 41 ദിവസം മാടൻ പോത്തിന്റെ രൂപത്തിൽ ബ്രഹ്മത്തെ ഉപാസിക്കുവാൻ തുടങ്ങി. നിഷ്കളങ്കമായ ഭക്തിയോടുകൂടിയിട്ട് ഭഗവാനെ, ആ പരബ്രഹ്മത്തെ ആരാണോ ഉപാസിക്കുന്നത്, അവന്റെ ജാതിയോ നാമമോ കുലമോ ഒന്നുമല്ല ഭഗവാന് വിഷയം, അവന്റെ ഭക്തിയാണ്. ആ അകവൂരിലെ അകവൂർ ചാത്തൻ 41 ദിവസം മാടൻ പോത്തിന്റെ രൂപത്തിൽ അങ്ങനെ ഭഗവാനെ, പരബ്രഹ്മത്തെ ഉപാസിക്കാൻ തുടങ്ങി. കറക്റ്റ് 41 ദിവസമായപ്പോൾ അതേ മാടൻ പോത്തിന്റെ രൂപത്തിൽ ആ പരബ്രഹ്മമൂർത്തി അകവൂർ ചാത്തന്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടത്രേ. അത്രകാലവും അകവൂർ മനക്കലെ തിരുമേനി ബ്രഹ്മോപാസന നടത്തിയിട്ട് ഒരു ദിവസം പോലും ആ പരബ്രഹ്മം ആ തിരുമേനിയുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടില്ല. തിരുമേനിക്കും അറിയില്ല എന്താണ് ബ്രഹ്മത്തിന്റെ സ്വരൂപമെന്ന്. അകവൂർ ചാത്തനെ കളിയാക്കാനായിട്ട് പറഞ്ഞു മാടൻ പോത്തിന്റെ രൂപമാണെന്ന്. ആ മാടൻ പോത്തിന്റെ രൂപം മനസ്സിലേക്ക് സങ്കല്പിച്ചുകൊണ്ട് ഈ അകവൂർ ചാത്തൻ അതേ ഉപാസന ചെയ്തപ്പം അകവൂർ ചാത്തന്റെ മനസ്സിൽ ഭഗവാന്റെ രൂപം മാടൻ പോത്തിന്റെ രൂപത്തിൽ വന്നതുകൊണ്ട് അതേ രൂപത്തിൽ പരബ്രഹ്മം അകവൂർ ചാത്തന്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. ചാത്തൻ അന്നു മുതൽ ചാത്തന്റെ സേവകനായിട്ട് മാറിയത്രേ ഈ മാടൻ പോത്ത്. അകവൂർ മനക്കിലെ തിരുമേനിക്ക് പോത്തിനെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരിക്കൽ തെക്കൻ ദേശത്തേക്ക് അകവൂർ മനക്കിലെ തിരുമേനിക്ക് ഒരു യാത്ര പോകേണ്ടതായിട്ട് വന്നു അത്രേ. അന്ന് സന്തത സഹചാരിയായ ചാത്തനെയും കൂടെ കൂട്ടി. അപ്പൊ ചാത്തൻ എന്ത് ചെയ്തു? ചാത്തന്റെ സന്തത സഹചാരിയായ മാടൻ പോത്തിനെയും കൂടെ കൂട്ടി ഒരു പാണ്ടക്കെട്ട് തയ്യാറാക്കിയിട്ട് തിരുമേനി അത് ചാത്തന്റെ കയ്യിൽ പിടിക്കാൻ കൊടുത്തപ്പം ചാത്തൻ ആ പാണ്ടക്കെട്ട് ആ മാടൻ പോത്തിന്റെ ചുമലിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തു. എന്നിട്ട് മുമ്പിൽ അകവൂർ മനക്കിലെ തിരുമേനിയും അതിന്റെ പുറകെ അകവൂർ ചാത്തനും അതിന്റെ പുറകെ മാടൻ പോത്തുമായിട്ട് അങ്ങനെ അവർ യാത്ര തുടർന്നു. അങ്ങ് ഓച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഒരു ചെറിയ വാതിലിൽ കൂടി അവർക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. തിരുമേനിയും ചാത്തനും കടന്നു. പക്ഷേ ഈ മാടൻ പോത്തിന്റെ വലിയ കൊമ്പുള്ളത് കൊണ്ട് ആ പോത്തിന് അതിലേക്കൊക്കെ കടന്നു പോകുവാനായിട്ട് സാധിച്ചില്ല. ആ സാധിക്കാതെ വന്നപ്പോൾ ചാത്തൻ തിരിഞ്ഞു നിന്ന് പറഞ്ഞു, എടാ പോത്തെ, നീ തല ചരിച്ചു വെച്ച് കയറ്, അപ്പൊ നിനക്ക് പറ്റും എന്ന് ഈ ചാത്തൻ പറഞ്ഞു. തിരുമേനി ചോദിച്ചു, ചാത്ത, നീ ആരോടായി സംസാരിക്കുന്നത്? അപ്പൊ ചാത്തൻ ചോദിച്ചു, നമ്മുടെ മാടൻ പോത്തിനോട്. അപ്പൊ തിരുമേനി ഇതുവരെ കണ്ടില്ലേ മാടൻ പോത്തിനെ എന്ന് ചാത്തൻ ചോദിച്ചു. പക്ഷേ തിരുമേനിക്ക് മാടൻ പോത്തിനെ കാണുവാനായിട്ട് സാധിച്ചില്ല. കാരണം നിഷ്കളങ്കമായ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഭഗവാന്റെ ദർശനം ഉണ്ടാകൂ. കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ചാത്തൻ പറഞ്ഞു, അടിയനെ തൊട്ടുകൊണ്ട് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചാത്തനെ സ്പർശിച്ചുകൊണ്ട് അകവൂർ മനക്കിലെ തിരുമേനി നോക്കുമ്പം സാക്ഷാൽ പരബ്രഹ്മമൂർത്തി മാടൻ പോത്തിന്റെ രൂപത്തിൽ അങ്ങനെ നിൽക്കുന്നു. ഭയന്നു പോയ, അമ്പരന്നു പോയ അകവൂർ മനക്കിലെ തിരുമേനി ചാത്തനെയും പോത്തിനെയും ഒരുപോലെ സാഷ്ടാംഗം പ്രണമിച്ചു. ചാത്തനോട് പറഞ്ഞു, ചാത്ത, നീയാണ് ശ്രേഷ്ഠൻ, ഞാനല്ല, നീയാണ് ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞ് തിരുമേനി കരഞ്ഞ് നമസ്കരിക്കുന്ന സമയത്ത് ആ മാടൻ പോത്ത് അവിടെ നിന്നും അപ്രത്യക്ഷമായത്രേ.
ചാത്തൻ പറഞ്ഞു, മാടൻ പോത്തില്ലാതെ ഞാൻ ഈ ഇല്ലത്തേക്ക് വരില്ല എന്ന് പറഞ്ഞ് ഓച്ചിറയില് പരബ്രഹ്മക്ഷേത്രത്തിന്റെ ഐതിഹ്യമാണ് ഞാൻ പറഞ്ഞത്. ആ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് അങ്ങനെ തിരുമേനിയുടെ ഒപ്പം പോകാതെ മാടൻ, ഈ ചാത്തൻ അവിടെ തന്നെ അങ്ങനെ കഴിച്ചു കൂട്ടിയത്രേ. വർഷം തോറും ഈ ഓച്ചിറയിൽ നടക്കുന്ന പടയിൽ പങ്കെടുത്ത് മരിച്ചുപോയി എന്നും നമ്മുടെ ചരിത്രം പറയുന്നു. ഞാൻ ഇതിന്റെ കഥ സൂചിപ്പിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ, എന്താണ് ഭഗവാന്റെ രൂപം എന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം അതാണല്ലോ തുടങ്ങിയത്. എന്താണ് ഭഗവാന്റെ രൂപം? ഭഗവാന്റെ രൂപം എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപം, അതാണ്. ഞാൻ എൻ്റെ ഭഗവാനെ എൻ്റെ മനസ്സിൽ കാണുന്നത് ഒരു കണ്ണനായിട്ടാ, ചെറിയ കുട്ടിയായിട്ടാ. അവൻ്റെ നെറുകയിൽ ഞാനൊരു പീലി അങ്ങനെ വെച്ചു കൊടുത്തു, അവൻ്റെ അരയിലേക്ക് ഇങ്ങനെ കെട്ടിക്കൊടുത്തു, കാലിൽ ചിലമ്പണിഞ്ഞു കൊടുത്തു. അങ്ങനെ അവൻ കണ്ണാന്ന് വിളിക്കുമ്പം ഓടി എൻ്റെ അരികിലേക്ക് വരുന്ന ആ സ്വരൂപത്തെ ഞാൻ നിത്യവും കാണാൻ തുടങ്ങി. ആ രൂപത്തെ എൻ്റെ മനസ്സിലേക്ക് ഞാൻ എൻ്റെ ചങ്ങാതിയായി പ്രതിഷ്ഠിച്ചു. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എന്ന് വേണ്ട, ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എൻ്റെ കണ്ണനോട് ഞാൻ കിന്നാരം പറഞ്ഞു. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അവൻ എനിക്ക് സാധിച്ചു തന്നു. ഞാൻ യാത്ര തിരിക്കുമ്പോൾ കണ്ണ കൂടെ പോരൂ എന്ന് പറയുമ്പോൾ അവൻ എൻ്റെ കൂടെ പോന്നു. എൻ്റെ കൈ പിടിച്ചോളൂ കണ്ണ എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നും വിടാതെ അവൻ കൈ പിടിച്ച് ഓരോ ആപത്തുകളിൽ നിന്നും എന്നെ അങ്ങനെ രക്ഷിച്ചു കൊണ്ടുപോകുന്നു. എൻ്റെ കണ്ണൻ്റെ മഹിമ അങ്ങനെ അപാരമാണ്. കാരണം ആ രൂപത്തിലാണ് ഞാൻ അതിനെ സേവിക്കുന്നത്. നിങ്ങൾ ഒരു പക്ഷേ ഇടയ്ക്ക് കയറി പറയാൻ വിശ്വസിക്കുമോ എന്നറിയില്ല. പലതരത്തിലുള്ള കാര്യങ്ങളും അടുത്തു നിൽക്കുന്ന ഒരാളോട് പറയും പോലെ എൻ്റെ ഭഗവാൻ കേൾക്കുന്നു എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. എന്നെ പോലെയുള്ള പ്രഭാഷകരെയൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് വലിയ പ്രഭാഷണ വേദികൾ വളരെ വലിയ സ്വപ്നമാണ്. ഒരിക്കൽ നാരായണീയ സത്രം നടക്കുന്നു ആറന്മുളയിൽ, പഞ്ചപാണ്ഡവ ക്ഷേത്രത്തിൽ നാരായണീയ സത്രം നടക്കുമ്പോൾ ആറന്മുള ക്ഷേത്രത്തിൻ്റെ ആ റോഡിൽ കൂടിയിട്ട് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു ഞാൻ അങ്ങനെ ആറന്മുള ക്ഷേത്രത്തിന്റെ നടുവിൽ ബസ് നിർത്തുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, അവിടുത്തെ വിശിഷ്ട വ്യക്തികളായിട്ടുള്ള ആ യജ്ഞസഭയിലേക്ക്, ആ സത്രസഭയിലേക്ക് സംസാരിക്കുവാൻ വരുന്നത് സാധാരണക്കാരായ വ്യക്തികളല്ല, കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള പ്രഭാഷകരാണ് ആ വേദിയിലേക്ക് സംസാരിക്കാൻ വരുന്നത്. ഞാൻ കാണുന്ന കാഴ്ച, ആ വേദിയിലേക്ക് കേരളത്തിലെ ആളുകളെ അങ്ങനെ പഞ്ചവാദ്യത്തോടുകൂടി സ്വീകരിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച ഞാൻ കണ്ടു. ഞാൻ വെറുതെ എൻ്റെ മനസ്സിൽ കുടികൊണ്ടിരിക്കുന്ന ആ കണ്ണനോട് വെറുതെ ഞാൻ പറഞ്ഞു, ഇയാൾക്ക് വലിയ ആളുകളൊക്കെ മതി അല്ലേ, നോക്ക് അവരൊക്കെ എന്ത് ഭാഗ്യം ചെയ്തവരാ, ആ സത്രവേദിയിലേക്ക് കൊണ്ടുപോകുന്നു, ഇയാൾക്ക് നമ്മളെ ഒന്നും വേണ്ടാലോ എന്ന് ചിരിച്ചോണ്ട് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയി. പിന്നീട് ഞാനൊരു മീറ്റിങ്ങിലേക്ക് പോവുകയാണ്. ആറന്മുള ക്ഷേത്രം കഴിഞ്ഞ് കുറച്ച് അടുത്ത സ്റ്റോപ്പിലാണ് ആറന്മുളയുടെ ബാലാശ്രമം. ആറന്മുള ബാലാശ്രമത്തിന്റെ ആ ഭാഗത്ത് കുറച്ചപ്പുറത്തായിട്ട് ബസ് നിർത്തി ഞാൻ ഇറങ്ങി. ഞാൻ ബാലാശ്രമത്തിലേക്ക് ചെന്നു. 3ാമത്തെ നിലയിൽ ബൈഠക്ക് മീറ്റിംഗ് നടക്കുകയാണ്. ആ സ്ഥലത്തേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നിട്ട് പറയുന്നു, മിനി വന്നല്ലോ എന്ന് പറയുന്നു. അപ്പോൾ ഫോൺ വെച്ചിട്ട് അദ്ദേഹം പറയുന്നു, നാളെ ഈ സമയത്ത് ആറന്മുള ക്ഷേത്രത്തിൽ പ്രഭാഷണത്തിനെത്തണം. ഞാൻ അന്തിച്ചു പോയി. ഞാൻ 5 മിനിറ്റ് മുമ്പ് എൻ്റെ കണ്ണനോട് ചോദിച്ചതേ ഉള്ളൂ, നിനക്ക് വലിയ ആളുകളെ മതിയോ എന്ന് വെറുതെ തമാശയ്ക്ക് ചോദിച്ചു. ഒരിക്കൽ പോലും സ്വപ്നം പോലും കണ്ടില്ല. അന്ന് ആ സമയത്ത് അവിടേക്ക് വരേണ്ടുന്ന ആളിനെന്തോ അസൗകര്യം, അതിന് പകരം ഒരാളെ പറഞ്ഞു വിടാമോ എന്ന് ചോദിക്കുന്ന സമയത്താണ്, എന്നെ വിടാമെന്ന് പറയുന്ന സമയത്താണ് ഞാൻ ചെല്ലുന്നത്. പിറ്റേ ദിവസം ഞാൻ എപ്പോഴാണോ ആ ബസ്സിലിരുന്ന് എൻ്റെ കണ്ണനോട് ചോദിച്ചത്, നിനക്ക് വലിയ ആളുകളെ മതിയോ, ആ ചോദിച്ച അതേ സമയത്ത് അതേ സ്ഥലത്ത് ഈ പഞ്ചവാദ്യത്തോട് കൂടിയിട്ട് എന്നെ സ്വീകരിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി. ആ ഭഗവാന്റെ, ആ മായക്കണ്ണന്റെ, നമ്മൾ അകമറിഞ്ഞ് വിളിക്കുന്ന ആ ഭഗവാന്റെ ശക്തി. ഞാൻ പറഞ്ഞത്, കണ്ണനെന്നോ ഗണപതിയെന്നോ കൃഷ്ണനെന്നോ വിഷ്ണുവെന്നോ ശിവനെന്നോ അയ്യപ്പനെന്നോ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ മനസ്സിന് പറ്റുന്ന രൂപത്തിൽ ആ സർവേശ്വരനെ വിളിക്കൂ. ഉറപ്പാണ് കൂടെയുണ്ടാകും. മനസ്സറിഞ്ഞ് വിളിക്കൂ. നമ്മൾ ഇത്ര നേരവും സൂര്യഭഗവാന്റെ ഈ മഹിമകളെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഈ സൂര്യനും അപ്പുറത്തേക്കാണ് പരബ്രഹ്മം. ഈ സൂര്യഭഗവാനാണ് വിഷ്ണുവെന്ന് പറഞ്ഞു. ആ വിഷ്ണു ഭഗവാന്റെ രൂപത്തെക്കുറിച്ച് പറഞ്ഞു, സൂര്യഭഗവാന്റെ രൂപത്തെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ ആ സൂര്യനെയും നിയന്ത്രിക്കുന്ന ഒന്നാണ് പരബ്രഹ്മം. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. അതിനെയും നിയന്ത്രിക്കുന്ന ഒന്നാണ്, ആ ശക്തിയാണ് പരബ്രഹ്മം. അതിന് 1000 സൂര്യന്മാർ ഉദിച്ചുയരുന്ന തേജസ്സാണ് എന്ന് വേദം പറയുന്നു. 1000 സൂര്യൻ, ഒരു സൂര്യനെ നോക്കുവാൻ നമുക്ക് ത്രാണിയില്ല. 1000 സൂര്യന്മാർ ഉദിച്ചു
വ്യാപിച്ചു വരുന്ന തേജസ്സാണ് ആ ശക്തിക്ക്. ആ അചിന്ത്യമായിട്ടുള്ള ശക്തിയുടെ നാഭിയിലാണ് ഈ ലോകം, ഈ ജഗത്ത് കുടികൊള്ളുന്നത്. ആ ഭഗവാൻ ആര് എന്ന് ഉള്ള അന്വേഷണത്തിലാണ് ഋഷിവർഗം മുഴുവനും. ഭാരതത്തിന്റെ വേദ കാലഘട്ടത്തിലെ ഋഷീശ്വരന്മാര് അത് കണ്ടെത്തി. അവര് ഉറക്ക വിളിച്ചു പറഞ്ഞു, അല്ലയോ അമൃതാനന്ദത്തിന്റെ അരുമക്കിടാങ്ങളെ, ദിവ്യലോകങ്ങളിലും നിവസിക്കുന്നവരെ, നിങ്ങൾ എല്ലാവരും കേൾപ്പിൻ. ഇരുളിന്റെയും അപ്പുറത്ത്, മായയ്ക്കപ്പുറത്ത് ആദിത്യവർണ്ണനായ പുരാണ പുരുഷനെ ഞാൻ കണ്ടിരിക്കുന്നു. കാലങ്ങളുടെ ഒരു ജീവിതത്തിന്റെ മുഴുവൻ തപചര്യയിലൂടെ അവരുടെ നിഷ്ഠയായ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ആ ഈശ്വരനെ തേടിയുള്ള യാത്രയിൽ ഒരു ഋഷി വിളിച്ചു പറയുന്നു, അമൃതാനന്ദത്തിന്റെ അരുമക്കിടാങ്ങളെ, ദിവ്യലോകങ്ങളിലും നിവസിക്കുന്നവരെ, നിങ്ങൾ എല്ലാവരും കേൾപ്പിൻ. ഇരുളിന്റെ അപ്പുറത്ത്, മായയ്ക്കപ്പുറത്ത് ആദിത്യവർണ്ണനായ പുരാണ പുരുഷനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ആ മഹാപുരുഷനെ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾ മരണ പരമ്പരയെ തരണം ചെയ്യൂ. ആദ്യം പ്രഭാഷണത്തിന് മുമ്പ് ഞാൻ പറഞ്ഞു, മോഹനൻ ചേട്ടന്റെ പ്രാർത്ഥന, ഇനി എന്നെ ജനിപ്പിക്കല്ലേ, എനിക്കിനി ഒരു ജന്മം തരല്ലേ. ആ പുരാണ പുരുഷനെ കാണുവാനായിട്ട് സാധിക്കുന്ന ഒരാൾക്കാണ് മരണ പരമ്പരയെ, ഈ കാലചക്രത്തെ വെന്ന് ആ ഭഗവാന്റെ പാദത്തിലേക്ക് ലയിക്കുവാൻ സാധിക്കൂ. അപ്പോഴ് അവർ പറയുന്നു, അവന്റെ കൽപ്പന അനുസരിച്ചാണ്, കൽപ്പന പേടിച്ചാണ് കാറ്റ് വീശുന്നത്, കാറു പെയ്യുന്നത്, മരണവും ഭൂമിയിലെങ്ങും നീള നടക്കുന്നത്, തീ എരിയുന്നത്, ഇതെല്ലാം ആ പുണ്യ പുരാണ പുരുഷന്റെ കൽപ്പനയെ പേടിച്ചാണ്. അപ്പൊ സാധാരണ ജനങ്ങൾ ചോദിച്ചു, മറ്റു ഋഷീശ്വരന്മാർ ചോദിച്ചു, ആ രൂപമെന്ത്, ആ വിശ്വരൂപന്റെ ആ രൂപമെന്ത്? അവർ പറഞ്ഞു, അറിയില്ല, അവൻ സർവവ്യാപിയാണ്, അവൻ എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നു, പക്ഷെ അവന്റെ രൂപത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറയുവാൻ സാധിക്കുന്നില്ല. ഇതേയുള്ളൂ, അവന്റെ കൽപ്പന അനുസരിച്ചാണ് കാറ് പെയ്യുന്നത്, തീയരിക്കുന്നത്, മഴ പെയ്യുന്നത്, അല്ലെങ്കിൽ ഭൂമിയിലെങ്ങും മരണം നീള നടക്കുന്നത്. അവന്റെ കൽപ്പന ഭയന്നിട്ടാണ്. എന്നിട്ട് നമ്മുടെ ആചാര്യന്മാര് പറഞ്ഞു, പ്രാർത്ഥിക്കൂ, ആ പരമാത്മാവിനെ പ്രാർത്ഥിക്കൂ. എങ്ങനെ പ്രാർത്ഥിക്കണം? ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ. അല്ലയോ ഭഗവാനെ, അങ്ങാണ് എൻ്റെ അച്ഛനും അമ്മയും. അല്ലയോ ഭഗവാനെ, നീ തന്നെയാണ് എൻ്റെ ബന്ധുവും സഖാവും, അതായത് എൻ്റെ കൂട്ടുകാരനും നീ തന്നെയാണ്. അല്ലയോ സർവേശ്വര, ഇത്ര കാലവും ഞാൻ ആർജിച്ച വിദ്യ അതേതെന്നാണോ ഭഗവാനെ, അത് നീയാണ്. തന്നെയുമല്ല എൻ്റെ ഭഗവാനെ, എൻ്റെ എല്ലാം 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 അവിടുന്ന് തന്നെയാണ്. ഹേ പ്രഭോ, ഞങ്ങളുടെ ഈ ചെറിയ ജീവിത ഭാണ്ഡം ആവാൻ ഞങ്ങൾക്ക് ശക്തി തരണേ, തുണ തരണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചോളാനായിട്ട് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു. മഹാഭാരതത്തില് ഒരു കാര്യം വിശദീകരിക്കുന്നുണ്ട്. യുധിഷ്ഠിരൻ ഒരിക്കല് വനവാസ കാലത്ത് ഏകാഗിയായിട്ട് ഹിമാലയ നിലകളുടെ താഴെ ഇരിക്കുമ്പം ദ്രൗപദി അവിടേക്ക് ചെന്നിട്ട് ചോദിച്ചു, ഭക്തന്മാരിൽ അഗ്രേസരനാണങ്ങ്, ധർമ്മിഷ്ഠന്മാരിൽ അഗ്രേസരനാണങ്ങ്, പക്ഷെ അങ്ങക്ക് എന്താ ഈ ദുരിതമെല്ലാം വരുന്നത്? അങ്ങ് യാതൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ ഭഗവാൻ അങ്ങയെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴ് ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? പ്രിയേ, ഈ പർവ്വതനിരകളെ നോക്കൂ, അവ എത്ര രമണീയമാണ്, എത്ര സുന്ദരമാണ്, ഗാംഭീര്യമാണ്. അവ എനിക്കൊന്നും തരുന്നില്ല, പക്ഷേ ഞാൻ അതിനെ സ്നേഹിക്കുന്നു. സുന്ദരവും ഗംഭീരവുമായതിനെ സ്നേഹിക്കുക എന്നുള്ളത് എൻ്റെ പ്രകൃതിയാണ്. എല്ലാറ്റിലും സുന്ദരവും ഗാംഭീര്യവും ആയിട്ടുള്ള ഏകമായുള്ള ഒന്ന് ഭഗവാനാണ്. ആ ഭഗവാനോട് ഞാൻ യാതൊന്നും കാമിക്കുന്നില്ല, യാചിക്കുന്നില്ല. ഞാൻ ആ ഭഗവാനെ സ്നേഹിക്കുന്നു, ഞാൻ ആ ഭഗവാനെ പ്രേമിക്കുന്നു. അവൻ എന്നെ എവിടെയും കൊണ്ടിടട്ടെ, ഞാൻ അതിനെല്ലാം തയ്യാറായിരിക്കുകയാണ്. അചഞ്ചലമായ പ്രേമം, ആ പ്രേമം മാത്രമാണ് എനിക്ക് എൻ്റെ ഭഗവാനോടുള്ളതെന്ന് ആലോചിച്ചു നോക്കൂ കൂട്ടരെ. നമ്മൾ പറയും, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് യാതൊരു രക്ഷയുമില്ല, എന്താ ഭഗവാൻ ഞങ്ങളെ കാണാത്തത് എന്ന് ചോദിക്കും. നമ്മുടെ കർമ്മത്തിനനുസരിച്ച് നമ്മുടെ പ്രാരാബ്ധങ്ങൾ തീരുവോളം നമ്മളെ ഇങ്ങനെ ഇട്ട് ജനിച്ചും മരിച്ചും ഇങ്ങനെ കളിച്ചുകൊണ്ട് ലീലയാടി
തേടിക്കൊണ്ടിരിക്കും ആ തമ്പുരാൻ. പറയുക, ഈ പറയുന്നതെന്തും ഞാൻ അനുഭവിക്കുവാൻ തയ്യാറാണ്, പക്ഷേ ഭഗവാനെ എനിക്കതൊക്കെ ഉൾക്കൊള്ളുവാനുള്ള, അതൊക്കെ താങ്ങാനുള്ള ശക്തി തരണേ, നീ എൻ്റെ കൈ പിടിക്കണേ, നീ എൻ്റെ കയ്യിൽ നിന്നും വിടല്ലേ എന്നുള്ളൊരൊറ്റ പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോകാമെങ്കിൽ ആ ജഗതീശ്വരൻ നിങ്ങളുടെ കൈ പിടിച്ചു നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സൂര്യഭഗവാന്റെ പ്രാർത്ഥന നമ്മളെല്ലാവരും എല്ലാ ദിവസവും ചൊല്ലണം. ആ ഭഗവാന്റെ പ്രാർത്ഥന നിങ്ങൾക്കെല്ലാവർക്കും ഈ സൂര്യഭഗവാന്റെ ക്ഷേത്രമുള്ള സ്ഥലമായതുകൊണ്ട് കാണാപ്പാടമാണെന്ന് എനിക്കറിയാം. എങ്കിലും ആ പ്രാർത്ഥന കൂടി ചൊല്ലിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയിൽ പറയും പോലെ ഒരുപാട് മൂർത്തികളുണ്ട് നമുക്ക് സേവിക്കാൻ, സ്നേഹിക്കാൻ, പ്രാർത്ഥിക്കാൻ. അതെല്ലാം ഒന്നു തന്നെയാണെങ്കിലും ഭഗവാനെ, എൻ്റെ കണ്ണിൽ കാണാകുന്ന ആ മൂർത്തി നീ തന്നെയാണ്. എനിക്ക് എൻ്റെ സങ്കടങ്ങൾ നേരിട്ട് പറയുവാനായിട്ട് എൻ്റെ കണ്ണ് തുറന്നു നോക്കുമ്പോൾ എൻ്റെ മുമ്പിലുള്ളത് നീയാണ് ഭഗവാനെ. അതുകൊണ്ട് സൂര്യദേവ, എന്നെ കാത്തോളണേ, എൻ്റെ കുടുംബത്തെയും ഈ സർവചരാചരങ്ങളെയും ലോകത്തിലുള്ള സകലമായ ജനങ്ങളെയും കാത്തുരക്ഷിക്കണേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയാവണം നമ്മുടേത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ ഭഗവാന്റെ തമ്പുരാന്റെ നടുവിലേക്ക് എത്തുവാനും ഭഗവാന്റെ മഹിമകളെക്കുറിച്ച് വാഴ്ത്തുവാനും എൻ്റെ സംസ്കാരത്തെക്കുറിച്ച് അല്പസമയം സംവദിക്കുവാനും അവസരം തന്ന ക്ഷേത്ര ഭരണസമിതിയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ശക്തിസ്വരൂപനായ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പൂജാമലരുകളായി സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു.